നമസ്കാരം, എല്ലാവർക്കും ലെസൺ പ്ലാനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആനിമൽ കിങ്ഡത്തിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫൈലം പോറിഫറ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തിരിക്കാം. അതൊന്ന് കയറി കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അടുത്ത ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സിലൻഡ്രേറ്റ. ഫൈലം നിഡേറിയ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫൈലമാണ്. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ഫൈലമാണ് ഫൈലം നിഡേറിയ. അതിൻ്റെ മറ്റൊരു പേരാണ് സിലൻഡ്രേറ്റ എന്ന് പറയുന്നത്. ഏതാണ്? സിലൻഡ്രേറ്റ. ഇതിൻ്റെ സിമെട്രി എങ്ങനെയാണ്? സിമെട്രി ഏതുപോലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരീയ സമമിതയാണ്. അരീയ സമമിത, അതായത് റേഡിയൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നതാണ് ഫൈലം നിഡേറിയ. ഇവയെല്ലാം തന്നെ ദിബ്ലാസ്റ്റിക്ക മെറ്റാസോവയാണ്. എന്താണ്? ദിബ്ലാസ്റ്റിക്ക മെറ്റാസോവയാണ്. ദിബ്ലാസ്റ്റിക്ക എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ആണ് ഫൈലം നിഡേറിയ. സ്ഥിരമായ ഒരു ശരീരദ്വാരമാണ് ഇവയ്ക്ക് കാണപ്പെടുന്നത്. അതായത് സിംഗിൾ ഓപ്പണിംഗ് മാത്രമാണ് കാണപ്പെടുന്നത്. ഇതിന് ചുറ്റും എന്ത് കാണപ്പെടുന്നു? ഗ്രാഹികളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോയിന്റ്, ഇത് അരീയ സമമിത അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നു. ദിബ്ലാസ്റ്റിക് മെറ്റാസോവയാണ്, അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ആണ്. സ്ഥിരമായിട്ട് ഒരേ ഒരു ശരീരദ്വാരം മാത്രമേ കാണുന്നുള്ളൂ. ഇതിന് ചുറ്റും എന്ത് കാണപ്പെടുന്നു? ഗ്രാഹികളും കാണപ്പെടുന്നുണ്ട്. ശരീരം കുഴലിൻ്റെ ആകൃതിയിലാണുള്ളത്. അതായത് സിലൻഡ്രേറ്റ എന്നൊക്കെ പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ പോർഷൻ, അതായത് ശരീരം ഒരു കുഴലിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അകത്ത് ഒരു സിലൻഡ്രോൺ എന്ന ശരീര ക്യാവിറ്റിയും കാണപ്പെടുന്നു. അപ്പോൾ അകത്ത് കാണപ്പെടുന്ന ക്യാവിറ്റിയുടെ പേരാണ് സിലൻഡറോൺ. എന്താ കാണുന്നത്? സിലൻഡ്രോൺ. അടുത്തതാണ് നൊമാറ്റോസിസ്റ്റുകൾ. ഏതാണ്? നൊമാറ്റോസിസ്റ്റുകൾ. നൊമാറ്റോസിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൽക്കരിച്ച ദംശന കോശങ്ങൾ ബാഹ്യചർമ്മത്തിലുണ്ട്. ഗ്രാഹികൾ ഇവ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇത് സാധാരണയായിട്ട് ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നൊമാറ്റോസിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് വിശേഷ ദംശന കോശങ്ങൾ, അതായത് നമ്മളെ ബൈറ്റ് ചെയ്യാൻ, നമ്മളെ കടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മളെ ബൈറ്റ് ചെയ്യാൻ കഴിയുന്ന കോശങ്ങളാണ് ഇത് നൊമാറ്റോസിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയ്ക്ക് ചുറ്റും ഗ്രാഹികൾ കാണപ്പെടുന്നു. നോർമൽ കേസിൽ ഇര പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിഡോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്, നിഡോസിസ്റ്റ് കാണപ്പെടുന്നുണ്ട്, ടെൻറ്റക്കിൾസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നിഡേറിയയ്ക്കകത്ത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ് നിഡോപ്ലാസ്റ്റ്, നിഡോസിസ്റ്റ്, അതുപോലെ തന്നെ ടെൻറ്റക്കിൾസ്. ഇവയാണ് പ്രധാനമായിട്ട് കാണുന്നത്. സാധാരണഗതിയിൽ ഫൈലം നിഡേറിയയിലുള്ള മെമ്പേഴ്സ് ഒറ്റയായോ അല്ലെങ്കിൽ കോളനി ആയിട്ടോ ആണ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും ഫൈലം നിഡേറിയയ്ക്ക് രണ്ട് തരം വളർച്ചാ കാലഘട്ടമുണ്ട്. ഒന്നാണ് പോളിപ്പ്, മറ്റൊന്നാണ് മെഡൂസ. പോളിപ്പ് എന്ന് പറയുന്നത് അലൈംഗിക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. അലൈംഗിക ഘട്ടം, അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷനെ പ്രതിനിധീകരിക്കുന്നതാണ് പോളിപ്പ്. എന്നാൽ മെഡൂസ എന്ന് പറയുന്നത് ലൈംഗിക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകുന്നുണ്ട്. അതായത് പോളിപ്പ് അലൈംഗിക പ്രത്യുൽപാദനം വഴി മെഡൂസയും, മെഡൂസ ലൈംഗിക പ്രത്യുൽപാദനം വഴി പോളിപ്പിനെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ മെറ്റാജനസിസ് എന്ന് പറയും. എന്താ പറയുന്നത്? മെറ്റാജനസിസ്. അപ്പം പോളിപ്പ് എന്ന് പറയുന്നത് അലൈംഗിക ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. മെഡൂസ എന്ന് പറയുന്നത് ലൈംഗിക ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ രണ്ട് രൂപങ്ങൾ ഇത് എക്സിബിറ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പോളിമോർഫിസം എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? പോളിമോർഫിസം. പിന്നെ നമ്മൾ പറഞ്ഞൊരു ടേമാണ് മെറ്റാജനസിസ്. മെറ്റാജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിപ്പ് അലൈംഗിക പ്രത്യുൽപാദനം വഴി മെഡൂസയെയും, മെഡൂസ ലൈംഗിക പ്രത്യുൽപാദനം വഴി നമ്മുടെ പോളിപ്പിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാജനസിസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? മെറ്റാജനസിസ്. അപ്പോൾ ഇതിൽ എടുത്ത് പറയേണ്ട 3-4 എക്സാമ്പിൾസ് ഉണ്ട്. ഹൈഡ്ര വരുന്നുണ്ട്, ഒബീലിയ വരുന്നുണ്ട്, കടൽപ്പൂവ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്ര വരുന്നുണ്ട്, ഒബീലിയ വരുന്നുണ്ട്, കടൽപ്പൂവ് വരുന്നുണ്ട്. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നിഡേറിയ എന്ന് പറയുന്നത്. നിഡേറിയയിൽ തന്നെ 3 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രോസോവ, സ്കൈഫോസോവ, ആന്തോസോവ. പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് ഹൈഡ്രോസോവ, സ്കൈഫോസോവ, ആന്തോസോവ. പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. അതിൽ ഒന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്ലാസ് ഏതാണ്? ഹൈഡ്രോസോവ. ഏതാണ്? ഹൈഡ്രോസോവ. ഒന്നുകിൽ ശുദ്ധജലത്തിലോ അല്ലെങ്കിൽ സമുദ്ര ജലത്തിലോ കാണപ്പെടുന്നതാണ് ഹൈഡ്രോസോവ. ജീവിതചക്രത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് പോളിപ്പുണ്ട്, മറ്റൊന്ന് മെഡൂസയുമുണ്ട്. ഇതിൻ്റെ ബാഹ്യചർമ്മം, അതായത് എക്ടോഡെർമ, പുറമേ ജസ്റ്റ് ഒരു പാളിയായിട്ട് കാണപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പെരിസാർക്ക് എന്ന് വിളിക്കും.
അപ്പോൾ ഹൈഡ്രോസോവയിൽ പറഞ്ഞ പോയിന്റ്സ് ഇത് ശുദ്ധജലത്തിൽ കാണപ്പെടുകയോ അല്ലെങ്കിൽ സമുദ്രജലത്തിൽ കാണപ്പെടുകയോ ചെയ്യുന്നു. ജീവിത കാലഘട്ടത്തിൽ 2 ലൈഫ് ഫോമുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാണ് പോളിപ്പ്, മറ്റൊന്നാണ് മെഡൂസ. ബാഹ്യചർമ്മം അല്ലെങ്കിൽ എക്ടോഡെർമ് പുറമേ ആയിട്ടൊരു ലെയർ കാണപ്പെടുന്നു, ഒരു പാളി കാണപ്പെടുന്നു. ഈ പാളി നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസാർക്ക് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? പെരിസാർക്ക്. സന്തുലനാവസ്ഥ നിലനിർത്തുന്ന സവിശേഷ കോശങ്ങളാണ് സ്ട്രാറ്റോസിസ്റ്റുകൾ. എന്താണ്? സന്തുലനാവസ്ഥ, അതായത് ബോഡി ബാലൻസിങ്, അത് നിലനിർത്തുന്ന സവിശേഷ കോശങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഹൈഡ്രോസോവയിൽ കാണപ്പെടുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റോസിസ്റ്റുകൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? സ്ട്രാറ്റോസിസ്റ്റുകൾ. പ്രധാനപ്പെട്ട ഹൈഡ്രോസോവയാണ് ഹൈഡ്ര, ഫൈസാലിയ, ഒബീലിയ. ഏതൊക്കെയാണ്? ഹൈഡ്ര, ഫൈസാലിയ, ഒബീലിയ. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്നത് ഫൈസാലിയാണ്. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്നത് ഫൈസാലിയാണ്. ശുദ്ധജലത്തിൽ ജീവിക്കുന്നവയാണ് ഹൈഡ്ര. ഹൈഡ്രയിൽ നാഡീജാലം കാണപ്പെടുന്നു. ഇതിനെന്ത് കാണപ്പെടുന്നില്ല? മസ്തിഷ്കം കാണപ്പെടുന്നില്ല. ഹൈഡ്രയിൽ പോളിമോർഫിസം കാണിക്കുന്നില്ല. ധാരാളം ആഹാരം ഉള്ളപ്പോൾ മുകുളനം വഴി ഹൈഡ്ര പ്രത്യുൽപാദനം ചെയ്യുന്നുണ്ട്. ലൈംഗിക പ്രത്യുൽപാദനമാണ് ഹൈഡ്രയിൽ കാണപ്പെടുന്നത്. ലാർവാഘട്ടം ജീവിതചക്രത്തിൽ കാണപ്പെടുന്നില്ല. ഒബീലിയ ഒരു കോളനി ആയിട്ടാണ് കാണപ്പെടുന്നത്. ധാരാളം ശാഖകളുള്ള ഒരു ചെടിയെ പോലെയാണ് ഒബീലിയ കാണപ്പെടുന്നത്. ഒബീലിയയുടെ ഉപരിതലത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ഭാഗത്തെയാണ് ഹൈഡ്രോറൈസ എന്ന് വിളിക്കും. ഒബീലിയയുടെ ഉപരിതലത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോറൈസ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന കുഴലുകളെ ഹൈഡ്രോകാലസ് എന്ന് വിളിക്കും. അപ്പോൾ ഉറപ്പിച്ചു നിർത്തിയേക്കുന്നതിനെ ഹൈഡ്രോറൈസ എന്ന് വിളിക്കുന്നു. ഇതിൽ നിന്നുണ്ടാകുന്ന കുഴലുകൾ പോലെയുള്ള ശാഖകളെ ഹൈഡ്രോകാലസ് എന്ന് വിളിക്കും. ശാഖകൾ ഓരോന്നിലും സുവോയിഡുകൾ കാണപ്പെടുന്നു. എന്താ കാണപ്പെടുന്നത്? സുവോയിഡുകൾ കാണപ്പെടുന്നു. ഒബീലിയയിൽ 2 തരം സുവോയിഡുകളാണ് കാണപ്പെടുന്നത്. ഒന്നാണ് പോളിപ്പ്, മറ്റൊന്നാണ് ബ്ലാസ്റ്റോസ്റ്റൈലുകൾ. ഒന്നേതാണ് പോളിപ്പ്, മറ്റൊന്നാണ് ബ്ലാസ്റ്റോസ്റ്റൈലുകൾ. ആഹാര സമ്പാദനത്തിലുള്ളവയാണ് പോളിപ്പുകൾ. അലൈംഗിക പ്രത്യുൽപാദനത്തിൽ സഹായിക്കുന്നത് ബ്ലാസ്റ്റോസ്റ്റൈലുകളാണ്. അപ്പോൾ ആഹാര സമ്പാദനത്തിൽ സഹായിക്കുന്നത് പോളിപ്പും, എന്നാൽ അലൈംഗിക പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നത് ബ്ലാസ്റ്റോസ്റ്റൈലുകളുമാണ്. ബ്ലാസ്റ്റോസ്റ്റൈലുകൾ മെഡൂസ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബ്ലാസ്റ്റോസ്റ്റൈലുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? മെഡൂസയാണ്. ഈ ഘട്ടത്തിൽ അറിയപ്പെടുന്നത്, ഒബീലിയയുടെ കോളനി അറിയപ്പെടുന്നത് ട്രൈമോർഫിക് എന്നാണ്. മെഡൂസയിൽ നിന്നും ലൈംഗിക പ്രത്യുൽപാദനം വഴി ലാർവയാണ് പ്ലാനുല. മെഡൂസയിൽ നിന്നും ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന ലാർവയാണ് പ്ലാനുല. ഇത് വളർന്നു ഒബീലിയ അല്ലെങ്കിൽ പോളിപ്പ്, ഒബീലിയ പോളിപ്പ് എന്നൊരു കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പം മെഡൂസയിൽ നിന്നും ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന ലാർവയാണ് പ്ലാനുല. ഇത് വളർന്ന് ഒബീലിയ പോളിപ്പായിട്ട് മാറുന്നുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. അടുത്ത ക്ലാസ്സാണ് സ്കൈഫോസോവ. ഏതാണ്? സ്കൈഫോസോവ. സാധാരണയായി ജെല്ലി ഫിഷുകൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ സാധാരണയായി ജെല്ലി മത്സ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ക്ലാസ്സിലെ അംഗമാണ്, അല്ലെങ്കിൽ ജെല്ലി ഫിഷ് വരുന്ന ഒരു ക്ലാസ്സാണ് ഏത്? സ്കൈഫോസോവ. പോളിപ്പ് ഘട്ടം വളരെ ചുരുങ്ങിയതും എന്നാൽ മെഡൂസ കാലഘട്ടത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സ്കൈഫോസോവ. അപ്പോൾ ഇതിൽ പോളിപ്പിൻ്റെ കാലഘട്ടം കുറവും മെഡൂസയുടെ കാലഘട്ടം കൂടുതലുമാണ്. പോളിപ്പ് ഘട്ടം വളരെ ചുരുങ്ങിയ മെഡൂസ കാലഘട്ടം നീണ്ടതുമായ സ്കൈഫോസോവയിൽ മെഡൂസയ്ക്ക് കുടയുടെ ആകൃതിയാണുള്ളത്. ഇതിൻ്റെ അരികുകളിലായിട്ട് കാണപ്പെടുന്ന പ്രത്യേക സംവേദന കോശങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ടെൻറ്റക്കുലോസിസ്റ്റുകൾ എന്ന് വിളിക്കും. എന്താ അറിയപ്പെടുന്നത്? ടെൻറ്റക്കുലോസിസ്റ്റുകൾ അല്ലെങ്കിൽ റൂപാലിയ അല്ലെങ്കിൽ റോപ്പാലിയ എന്നൊക്കെ അറിയപ്പെടുന്നത് ഒന്നാണ്. ഏതാണ്? സംവേദന കോശങ്ങൾ, ടെൻറ്റക്കുലോസിസ്റ്റുകൾ അഥവാ റോപ്പേലിയ എന്നറിയപ്പെടുന്നതാണ് ഇതിൽ കാണപ്പെടുന്ന സംവേദന കോശങ്ങൾ. ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഒറീലിയ. അപ്പോൾ സ്കൈഫോസോവയുടെ പ്രത്യേകത പോളിപ്പിൻ്റെ ഫോം വളരെ കുറവാണ്, എന്നാൽ മെഡൂസയുടെ ഫോം വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ കാലഘട്ടം കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അരികിലായി കാണപ്പെടുന്ന പ്രത്യേക സംവേദന കോശങ്ങളെയാണ് നമ്മൾ ടെൻറ്റക്കുലോസിസ്റ്റുകൾ അല്ലെങ്കിൽ റോപ്പേലിയ എന്ന് വിളിക്കുന്നത്. ജെല്ലി മത്സ്യം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കടൽ വെള്ളത്തിലാണ് ഇത് സാധാരണയായിട്ട് കാണുന്നത്. ശരീരം വൃത്താകൃതിയിലുള്ള സുതാര്യവുമായ സ്ട്രക്ചറാണ് ജെല്ലി ഫിഷിന്. ശരീരം വൃത്താകൃതിയിലും ഒരുവിധം ട്രാൻസ്പെറൻറ്റുമായതാണ്. ശരീരം വൃത്താകൃതിയിലുള്ള സുതാര്യമായതാണ് ജെല്ലി ഫിഷുകൾ. മെഡൂസയുടെ ശരീരം ഒരു കുടയുടെ പോലെ, പുറംഭാഗം പോലെയും അകംഭാഗം പോലെ, ഒരു കുട നിവർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സ്ട്രക്ചർ പോലാണ് ആര് കാണപ്പെടുന്നത്? ജെല്ലി ഫിഷ് പൊതുവെ കാണപ്പെടുന്നത്. ചെറിയ കീഴ്ക്കുട ഭാഗത്തെ മധ്യത്തിൽ നിന്നും ഒരു ചെറിയ മാനുബ്രിയം തൂങ്ങിക്കിടപ്പുണ്ട്.
കിടപ്പുണ്ട്. ഇതിൻ്റെ അറ്റത്തായിട്ട് 4 മൂലയിലായിട്ട് വായ സ്ഥിതി ചെയ്യുന്നുണ്ട്. വായയുടെ ഓരോ മൂലയിലും ഒരു കൈ പോലെ നീണ്ടിരിക്കുന്ന സ്ട്രക്ചറും കാണാം. അപ്പോൾ നമ്മൾ ജെല്ലി ഫിഷിൻ്റെ ചെറിയൊരു സ്ട്രക്ചറാണ് പറഞ്ഞത്. ചെറിയ ഒരു കീഴ്ക്കുട ഭാഗത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഒരു മാനുബ്രിയം തൂങ്ങിക്കിടപ്പുണ്ട്. അതിൻ്റെ 4 മൂലകളിലായിട്ട് വായ കാണപ്പെടുന്നുണ്ട്. ഈ വായയുടെ അടുത്തായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ചെറിയ കൈയുടെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 4 മൂലയിലും ഓറൽ ആമുകൾ കാണപ്പെടുന്നു. എന്താണ്? ഓറൽ ആമുകൾ കാണപ്പെടുന്നു. ആമുകളുടെ അടിഭാഗത്തായിട്ട് നിമാറ്റോസിസ്റ്റുകളിലുള്ള നിരവധി ചെറു ടെൻറ്റക്കിളുകൾ കാണപ്പെടുന്നു. അതായത് ഓറൽ ആമിൻ്റെ അടിഭാഗത്തായിട്ട് നിമാറ്റോസിസ്റ്റുകളുള്ള നിരവധി ചെറു ടെൻറ്റുകളിൽ കാണപ്പെടുന്നു. വായ്ക്കുള്ളിലായിട്ട് ഒരു ഗള്ളറ്റും ഇതിനുള്ളിലായിട്ട് മധ്യ ആമാശയവും 4 ആമാശയസഞ്ചി നമുക്ക് കാണാം. അപ്പോൾ വായ്ക്കുള്ളിലായിട്ട് ഒരു ഗള്ളറ്റും ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു മധ്യ ആമാശയവും 4 ആമാശയസഞ്ചികളും കാണപ്പെടുന്നു. ഒറീലിയയുടെ വക്ക് ഒരു ലോബുലേറ്റഡ് സ്ട്രക്ചറാണ്. ലോബ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ് ഒറീലിയയുടെ വക്ക് എന്ന് പറയുന്നത്. ഒറീലിയയുടെ വക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലോബ് പോലെ ഇരിക്കും. അതിനെ മലയാളത്തിൽ പാളിത എന്ന് പറയും. ലോബുലേറ്റഡ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പാളിത. ഈ വാക്കിൽ നിരവധി ടെൻറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഇവ കൂടാതെ 8 റോപ്പേലിയയും കൂടി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ടെൻറ്റക്കിളിൻ്റെ ഒപ്പം 8 റോപ്പേലിയയും കൂടി കാണപ്പെടുന്നതാണ് ഒറീലിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത്രയും പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത് സ്കൈഫോസോവയിൽ പറയുന്നത്. അപ്പോൾ സ്കൈഫോസോവയുടെ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെല്ലി ഫിഷ് ആണ്. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സുകൾ പഠിച്ചു, ഹൈഡ്രോസോവ, സ്കൈഫോസോവ. അടുത്ത ക്ലാസ്സിലേക്കാണ് പോകുന്നത് ആന്തോസോവ. എന്താണ് ആന്തോസോവ? ക്ലാസ് ആന്തോസോവ അംഗങ്ങൾ പൂർണ്ണമായും സമുദ്രത്തിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായോ ജീവിക്കുന്നവയാണ്. ജീവിതചക്രത്തിൽ പോളിപ്പ് ഘട്ടത്തിനാണ് പ്രാധാന്യം കൂടുതൽ. നമ്മൾ പഠിച്ചായിരുന്നു മെഡൂസ ഘട്ടം കൂടുതലുള്ള എവിടെയാണ്? സ്കൈഫോസോവ. അത് മറന്നു പോകരുത്. ജീവിതചക്രത്തിൽ പോളിപ്പിൻ്റെ ഘട്ടം കൂടുതലാണ് ആന്തോസോവയ്ക്ക്. അതിനർത്ഥം മെഡൂസ ഘട്ടമേ ഇല്ല. പോളിപ്പ് ഏതാകൃതിയിലാണ് ഇരിക്കുന്നത്? സിലിണ്ടറിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. മുകൾ ഭാഗത്ത് വായും അതിനു ചുറ്റും ധാരാളം ടെൻറ്റക്കിളുകളും കാണപ്പെടുന്നു. അപ്പോൾ പോളിപ്പ് സിലിണ്ടറിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. മുകൾ ഭാഗത്ത് വായും അതിനു ചുറ്റുമായി ധാരാളം ടെൻറ്റക്കിളുകളും കാണപ്പെടുന്നു. മുകുളനം വഴിയാണ് അലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്നത്. ഇതിനുദാഹരണമാണ് സീ അനിമോൺ. മുകുളനം വഴിയാണ് അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നത്. ഇവയ്ക്ക് ഉദാഹരണമാണ് ഇത് സീ അനിമോൺ. കടൽപ്പൂവ് എന്നറിയപ്പെടുന്ന സീ അനിമോണുകൾ വർണ്ണഭംഗിയുള്ള പൂക്കളെ പോലെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കോറലുകൾ. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കടലിലേക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയൊക്കെ കാണുന്ന സമയത്ത് കാണുന്ന സ്ട്രക്ചറാണ് കോറൽസ്. പല നിറത്തിലും പല സ്ട്രക്ചറിലും കാണപ്പെടുന്നതാണ് കോറലുകൾ. കോറലുകൾ രൂപപ്പെടുന്നത് ആന്തോസോവയുടെ പോളിപ്പിൽ നിന്നാണ്. ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ് എന്തായിട്ട് മാറുന്നത്? കോറലായിട്ട് മാറുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, കോറലിൽ കാണപ്പെടുന്ന രാസവസ്തു ഏതാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. കോറൽ രൂപീകരണത്തിന് അനുയോജ്യമായ ഊഷ്മാവെന്ന് പറയുന്നത് 21 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ കോറലിൻ്റെ രൂപീകരണത്തിന് അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? 21 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നിഡേറിയത്തിൽ ഏറ്റവും നന്നായി പോളിമോർഫസം പ്രകടിപ്പിക്കുന്ന ക്ലാസ്സാണ് ഹൈഡ്രോസോവ. നിഡോബ്ലാസ്റ്റിൽ കാണപ്പെടുന്ന വിഷപദാർത്ഥത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിപ്നോടോക്സിൻ എന്ന് വിളിക്കും. നിഡോബ്ലാസ്റ്റിനകത്ത് വിഷവസ്തു കാണപ്പെടുന്നു. ആ പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് ഹിപ്നോടോക്സിൻ എന്ന് വിളിക്കും. നിഡേറിയയുടെ ജീവിത ചക്രത്തിൽ കാണപ്പെടുന്ന സീലിയകളുള്ള ലാർവയാണ് പ്ലാനുല. അത് നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു, പ്ലാനുല. അപ്പോൾ നിഡേറിയയുടെ ജീവിതചക്രത്തിൽ കാണപ്പെടുന്ന സീലിയകളുള്ള ലാർവയാണ് പ്ലാനുല. അപ്പം നമ്മൾ ഏത് ഫൈലം പഠിച്ചു? ഫൈലം നിഡേറിയ പഠിച്ചു. ജനറൽ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. സമുദ്രത്തിൽ കാണപ്പെടുന്നു അരിയ സമമിതയാണ്. ഡിപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസമാണ് പോളിപ്പ്, മെഡൂസ. അവിടെ നമ്മൾ പഠിക്കേണ്ട 3-4 പോയിന്റ്സിൽ ഒന്നാണ് പോളിമോർഫിസം. അതായത് പോളിപ്പും മെഡൂസയും 2 ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെറ്റാജനസിസ്, പോളിപ്പിൽ നിന്ന് മെഡൂസയിലേക്കുള്ള ട്രാൻസിഷൻ. പിന്നെ നമ്മൾ പഠിച്ച 3 ക്ലാസ്സുകൾ ഹൈഡ്രോസോവ, സ്കൈഫോസോവ, അതുപോലെ തന്നെ ആന്തോസോവ. അടുത്ത ഫൈലത്തിലേക്ക് പോകുകയാണ്. അടുത്ത ഫൈലമാണ് ഫൈലം ടീനോഫോറ. ഏതാണ്? ഫൈലം ടീനോഫോറ. ഫൈലം ടീനോഫോറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതും അരീയ സമമിത എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. ടീനോഫോറ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു തണ്ണിമത്തൻ്റെ ഷേപ്പിലിരിക്കും. അതിനെ നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്നത് സീ വോൾനട്ട് അല്ലെങ്കിൽ കോമ്പ് ജെല്ലീസ് എന്നാണ് വിളിക്കുന്നത്. എന്താ അറിയപ്പെടുന്നത്? സീ വോൾനട്ട് അല്ലെങ്കിൽ കോമ്പ് ജെല്ലീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ട് കടലിലാണ് കാണപ്പെടുന്നത്. ഇതിന് ചുറ്റും ഏകദേശം 8 കോമ്പ് പ്ലേറ്റുകൾ കാണപ്പെടുന്നു. അപ്പോൾ ടീനോഫോറയുടെ ചുറ്റുമായിട്ട് 8 കോമ്പ് പ്ലേറ്റുകൾ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ജൈവദീപ്തി അല്ലെങ്കിൽ ബയോലൂമിനസൻസ്
ബയോലൂമിനൻസ് ഹാവ് ദി കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ലൈറ്റ്. അതായത് ബോഡിയിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്കറിയാം മിന്നാമിനിങ്ങിൻ്റെ കാര്യം അല്ലേ, അതുപോലെ തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ ബയോലൂമിനസൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ജൈവദീപ്തി എന്ന് വിളിക്കും. അപ്പോൾ മനസ്സിലായോ? ടീനോഫോറ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. ചെറിയൊരു ഫൈലമാണ് ടീനോഫോറ എന്ന് പറയുന്നത്. ഇത് മറൈനാണ്, അല്ലെങ്കിൽ കടലിൽ കാണപ്പെടുന്നതാണ്. അരിയ സമമിത എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് സീബോൾ നട്ട് അല്ലെങ്കിൽ കോമ്പ് ജെല്ലീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന് ഏകദേശം 8 കോമ്പ് പ്ലേറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ബയോലൂമിനൻസ് അല്ലെങ്കിൽ ജൈവദീപ്തി പ്രകടമാകുന്നുണ്ട്. ഇതിന് 2 ബെസ്റ്റ് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. ഒന്നാണ് പ്ലൂറോബ്രാങ്കിയ, മറ്റൊന്നാണ് ടീനോപ്ലാന. 2 എക്സാമ്പിളാണ്. ഒന്നാണ് പ്ലൂറോബ്രാങ്കിയ, മറ്റൊന്നാണ് ടീനോപ്ലാന. കിട്ടിയല്ലോ? ആ ഫൈലും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ഫൈലത്തിലേക്ക് പോകുകയാണ്. അടുത്ത ഫൈലമാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, പരന്ന അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള വേംസ് വരുന്ന ഗ്രൂപ്പാണ് പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ പൊതുവെ പരന്ന വിരകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? പരന്ന വിരകൾ. അപ്പോൾ പരന്ന വിരകളെ കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൽമിന്തോളജി എന്ന് വിളിക്കും. അപ്പോൾ പരന്ന വിരകളെ കുറിച്ചുള്ള പഠനത്തിന് എന്തറിയപ്പെടുന്നു? ഹെൽമിന്തോളജി എന്ന് പറയുന്നു. ഇവ പരന്നതാണ്, ത്രിബ്ലാസ്റ്റിക്കയാണ്. ത്രിബ്ലാസ്റ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെയർ കാണപ്പെടുന്നു: എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. സീലോം രഹിതമാണ്. അതെന്ത് കാണപ്പെടുന്നില്ല? സീലം, ബോഡി ക്യാവിറ്റി ഉള്ളിൽ കാണപ്പെടുന്നില്ല. ഈ പാർശ്വ സമമിത ജന്തുക്കളാണ്. അതായത് ബൈലാറ്ററൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസമാണ് ഇത് പ്ലാറ്റിഹെൽമിന്തസ്. പിന്നെ പരിസഞ്ചരണ അവയവം, അതുപോലെ തന്നെ ശ്വസന അവയവം, ഇവയെല്ലാം കാണപ്പെടുന്നുണ്ട്. ഇത് സ്വതന്ത്ര ജീവികളോ അല്ലെങ്കിൽ പരാത ജീവികളോ പറയത്തില്ല, പാരസൈറ്റ്, പരജീവികൾ. അതായത് മറ്റൊരു ജീവിയെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കാണപ്പെടുന്നതാണ് ഹുക്ക് വേം എന്ന് പറയുന്നത്. ഏതാണ് ഹുക്ക് വേം? ഒന്ന് ടേപ്പ് വേം. ടേപ്പ് വേമൊക്കെ എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ ഇൻഡസ്ട്രൈനുള്ളിൽ കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ്. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ പരജീവികളാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ പാരാസൈറ്റ് ആയിട്ടോ അത് ജീവിക്കുന്നുണ്ട്. സ്വതന്ത്ര ജീവികളുടെ ബാഹ്യചർമ്മത്തിൽ സീലിയകളും പരജീവികളുടെ, അതായത് ഈ പറഞ്ഞ പാരസൈറ്റ് പോലെയുള്ള ജീവികൾക്ക് ക്യൂട്ടിക്കിൾസും കാണപ്പെടുന്നുണ്ട്. ഇതിന് അസ്ഥിവ്യൂഹമില്ല. ഇതിൻ്റെ ഉള്ളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റത്തില്ല? അസ്ഥി കാണാൻ പറ്റത്തില്ല. അന്നനാളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലത് ശാഖയുള്ളതായിരിക്കും, ചിലത് ശാഖയില്ലാത്തതായിരിക്കും. രണ്ടായാലും വായ എന്ന ഒറ്റ ദ്വാരം മാത്രമേ ഉള്ളൂ. ചിലതിൽ അന്നനാളമേ കാണപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ നാടവിരെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് എന്ത് കാണപ്പെടുന്നില്ല? അന്നനാളം കാണപ്പെടുന്നില്ല. വിസർജന അവയവമായിട്ട് ഇതിനകത്ത് കാണപ്പെടുന്ന പ്രത്യേകതര സെൽസാണ് ഫ്ലെയിം സെൽസ് എന്ന് വിളിക്കും. ഫ്ലെയിം സെൽസ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്ന സമയത്ത് അകത്ത് തീ കത്തുന്ന പോലുള്ള സെൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഏത് പേര് വന്നത്? ഫ്ലെയിം സെല്ലുകൾ എന്ന പേര് വന്നത്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസിനെ വീണ്ടും 3 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലാറ്റിഹെൽമിന്തസിന്റെ 3 ക്ലാസ്സുകളാണ് ടർബലേറിയ, ട്രമറ്റോഡ, സെസ്റ്റോഡ. ഏതൊക്കെയാണ്? ടർബലേറിയ, ട്രമറ്റോഡ, സെസ്റ്റോഡ. ആദ്യത്തെ ക്ലാസ്സാണ് ടർബലേറിയ. ഏതാണ്? ടർബലേറിയ. ഇവയെല്ലാം തന്നെ സ്വതന്ത്ര ജീവികളാണ്. ശരീരം മൃദുവും അണ്ടങ്ങളില്ലാത്ത ദ്വിപാർശ്വ സമമിത. ദ്വിപാർശ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലാറ്ററൽ ആണ് കേട്ടോ. ദ്വിപാർശ്വ സമമിതയോടുകൂടിയ ജീവികളാണ് ടർബലേറിയ. അപ്പം 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇവ സ്വതന്ത്ര ജീവികളാണ്. ശരീരം മൃദുവായിട്ട് കാണപ്പെടുന്നു. പ്രത്യേകിച്ച് സെഗ്മെന്റേഷൻ കാണപ്പെടുന്നില്ല. ദ്വിപാർശ്വ സമമിത ജീവികളാണ്. ഏതാണ്? ദ്വിപാർശ്വ സമമിത ജീവികളാണ്. ഇവയുടെ വിസർജന അവയവം പ്രോട്ടോനെഫ്രീഡിയാണ്. റീജനറേഷൻ എന്നൊരു കഴിവ് ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ ടർബലേറിയ കാണിക്കുന്നുണ്ട്. ഇതിന് എക്സാമ്പിളാണ് ബൈപ്പാലിയം, അതുപോലെ തന്നെ പ്ലാനേറിയ. അപ്പോൾ ബൈപ്പാലിയം, പ്ലാനേറിയ വരുന്ന ക്ലാസ് നമ്മുടെ ടർബലേറിയാണ്. പ്ലാനേറിയ ശുദ്ധജലത്തിൽ കാണപ്പെടുന്നു. ജനറേഷൻ പവർ ഉള്ളൊരു ജീവിയാണ് പ്ലാനേറിയ. റീജനറേഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് കുറച്ചേ ഉള്ളായിരുന്നു. ടർബലേറിയ വിസർജനാവയം പ്രോട്ടോനെഫ്രീഡിയാണ്. റീജനറേഷൻ കപ്പാസിറ്റി കാണപ്പെടുന്നു. എക്സാമ്പിളാണ് ബൈപ്പാലിയം, പ്ലാനേറിയ. പ്ലാനേറിയ ശുദ്ധജലത്തിലാണ് കാണപ്പെടുന്നത്. പുനരുജ്ജീവന ശേഷി ആർക്കുണ്ട്? പ്ലാനേറിയയ്ക്കുണ്ട്. ജീവിയാണ്. സെഗ്മെന്റേഷൻ കാണപ്പെടുന്നില്ല. ബൈലാറ്ററൽ സിമെട്രിയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് പോകുകയാണ്. അടുത്ത ക്ലാസ്സാണ് ട്രമറ്റോഡ. സാധാരണയായിട്ട് ഫ്ലൂക്സ് എന്നറിയപ്പെടുന്ന ഒരു ജീവിവർഗം വരുന്നതാണ് നമ്മുടെ ട്രമറ്റോഡ. ബാഹ്യപരാതമോ അല്ലെങ്കിൽ ആന്തരപരാതമോ, അതായത് എക്ടോ പാരസൈറ്റോ അല്ലെങ്കിൽ എൻഡോ പാരസൈറ്റോ ആയിട്ട് കാണപ്പെടുന്നതാണ് ക്ലാസ് ട്രമറ്റോഡ. ശരീരത്തെ ആവരണം ചെയ്ത് ക്യൂട്ടിക്കിൾ കാണപ്പെടുന്നു. വിസർജനാവയവമാണ് പ്രോട്ടോനെഫ്രീഡിയ.
എക്സാമ്പിളാണ് ലിവർ ഫ്ലൂക്ക്, ഫാസിക്കൽ ഹെപ്പാറ്റിക്ക എന്നൊക്കെ പറയുന്നത് ഏതിന് എക്സാമ്പിളാണ്? ട്രമറ്റോഡയ്ക്ക് എക്സാമ്പിളാണ്. ഡൈജനറ്റിക് പരാതമാണ് ലിവർ ഫ്ലൂക്ക്. അതിൻ്റെ ജീവിത കാലഘട്ടം ഇച്ചിരി പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അതിൻ്റെ ഒരു ചക്രം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഡൈജനറ്റിക് പരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവിത കാലഘട്ടം നടക്കുന്നത് 2 ആളുകൾ വഴിയാണ്, 2 വ്യക്തികൾ വഴിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ജീവിത കാലഘട്ടം കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രധാന ആതിഥേയരാണ് ആടുകൾ, അതായത് ഗോട്ട് അല്ലേ, ആടുകൾ എന്ന് പറയുന്നത്. ദ്വിതീയ ആതിഥേയരാണ് ഒച്ചുകൾ. അപ്പോൾ 2 ആൾക്കാരുണ്ട്, ഒന്ന് ആടുകളുണ്ട്, മറ്റൊന്നാണ് ഒച്ചുകൾ. ലിവർ റൂട്ട് രോഗത്തിന് കാരണമായ ജീവിയാണ് ഏതെന്ന് പറയുന്നത്? ലിവർ ഫ്ലൂക്ക്. ലിവർ റൂട്ട് രോഗത്തിന് കാരണമാണ് ആരെന്ന് പറയുന്നത്? ലിവർ ഫ്ലൂക്ക്. ശ്വസനാവയവം ഇല്ലാത്തതിനാൽ ഇവയിൽ അവായു ശ്വസനമാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു ശ്വസനാവയവവും കാണപ്പെടുന്നില്ല, അതുകൊണ്ട് അനേറോബിക് റെസ്പിറേഷനാണ് നടക്കുന്നത്. ഫ്ലെയിം സെല്ലാണ് ഇതിലും എന്താണ് വിസർജന അവയവമായിട്ട് പ്രവർത്തിക്കുന്നത്. അതായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇതൊന്നും നമുക്കൊരു മാർക്ക് പ്രതീക്ഷിക്കാം. ലിവർ ഫ്ലൂക്കിൻ്റെ വളർച്ചാ കാലഘട്ടം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നമ്പർ ഇട്ട് വെച്ചേക്കാം. 5 കാലഘട്ടമാണുള്ളത്. ഒന്നാണ് മിറാസീഡിയം, മറ്റൊന്നാണ് സ്പൈറോസിസ്റ്റ്, അടുത്തതാണ് റീഡിയ, മറ്റൊന്നാണ് സെർക്കേറിയ, ഏറ്റവും അവസാനത്താണ് മെറ്റാസെർക്കേറിയ. ഒന്നാമതാണ് മിറാസീഡിയം. എന്താ മിറാസീഡിയം? മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് ഇത് മിറാസീഡിയം. എന്നാണ് ഇത് സ്പോറോസിസ്റ്റ്. ഒച്ചിൻ്റെ ദഹന ഗ്രന്ഥിയിൽ കാണപ്പെടുന്നതാണ് സ്പോറോസിസ്റ്റ്. അപ്പം മിറാസീഡിയം മുട്ട വിരിഞ്ഞുണ്ടാകുന്നു, സ്പോറോസിസ്റ്റ് ഒച്ചിൻ്റെ ദഹനത്തിൽ നിന്നുണ്ടാകുന്നു, റീഡിയ സ്പോറോസിസ്റ്റിൽ നിന്നുണ്ടാകുന്നു. അടുത്തതാണ് സെർക്കേറിയ. ഏതാണ്? സെർക്കേറിയ. ഒച്ചിൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്നതാണ് എന്ത്? സെർക്കേറിയ. മറ്റൊന്നാണ് മെറ്റാസെർക്കേറിയ. പുൽച്ചെടികളിൽ നിന്നും ആടിൻ്റെ ശരീരത്തിലേക്ക് എത്തുന്ന ഫോമാണ് ഇത് മെറ്റാസെർക്കേറിയ. അങ്ങനെ പ്രധാനമായിട്ടും 5 കണ്ടീഷനാണ് ഇവിടെ കാണപ്പെടുന്നത്, ലിവർ ഫ്ലൂക്കിനകത്ത് കാണപ്പെടുന്നത്. മിറാസീഡിയം, സ്പോറോസിസ്റ്റ്, റീഡിയ, സെർക്കേറിയ, മെറ്റാസെർക്കേറിയ. കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് പോകുകയാണ്. അടുത്ത ക്ലാസ്സാണ് ക്ലാസ് സെസ്റ്റോഡ. ഏതാണ്? ക്ലാസ് സെസ്റ്റോഡ. പൂർണ്ണമായും ആന്തരപരാത ജീവികളാണ് ക്ലാസ് സെസ്റ്റോഡ. സാധാരണയായിട്ട് നാടവിര വരുന്ന ഒരു ക്ലാസ്സാണ് സെസ്റ്റോഡ. ശരീരത്തിൽ പ്രധാനമായിട്ടും 3 പ്രധാന ഭാഗങ്ങൾ കാണപ്പെടുന്നു: സ്കോളക്സ്, നെക്ക്, പ്രോഗ്ലോട്ടിസ്. ഏതൊക്കെയാണ്? സ്കോളക്സ്, നെക്ക്, പ്രോഗ്ലോട്ടിസ്. നാടവിരയുടെ ശരീരത്തിൽ ഖണ്ഡങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അതായത് സെഗ്മെന്റേഷൻ ചെറുതായിട്ട് കണ്ടുവരുന്നുണ്ട്, ചെറുതായിട്ട്, വലുതായിട്ട് കാണപ്പെടുന്നില്ല. നമ്മൾ ആംഗ്ലിഡയിലേക്ക് വരുമ്പോഴാണ് ഡിമാർക്കേറ്റഡ് സെഗ്മെന്റേഷൻ വരുന്നത്. എന്നാലും ചെറിയ ഒരു ഖണ്ഡനം എവിടെ വരുന്നുണ്ട്? നമ്മുടെ സെസ്റ്റോഡയിലും വരുന്നുണ്ട്. ദഹന വ്യവസ്ഥയും ജ്ഞാനേന്ദ്രിയവും പ്രത്യേകിച്ചൊന്നും എവിടെ കാണപ്പെടുന്നില്ല? നാടവിരയിൽ കാണപ്പെടുന്നില്ല. നാടവിരയുടെ സയന്റിഫിക് നെയിം നിങ്ങളൊന്ന് നോക്കി വെച്ചുക, ടീനിയ സോളിയം. ഏതാണ്? ടീനിയ സോളിയം. അപ്പോൾ ദഹന വ്യവസ്ഥയോ ജ്ഞാനേന്ദ്രിയമോ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. അപ്പോൾ നാടവിരയുടെ സയന്റിഫിക് നെയിമാണ് ഇത് ടീനിയ സോളിയം. ടീനിയ സോളിയത്തെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു തരാം. ഇൻ കേസ് പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ അത് നിങ്ങൾ ആൻസറബിൾ ആയിരിക്കണം. മനുഷ്യൻ്റെ ചെറുകുടലിൽ വസിക്കുന്ന ആന്തരപരാത ജീവിയാണ് ഇത് നാടവിര, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടേപ്പ് വാം എന്ന് പറയുന്നത്. ഒരു ടേപ്പിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ തുണിയൊക്കെ മെഷർ ചെയ്യുന്ന ടേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടിരിക്കുന്ന സാധനമാണ് നാടവിര അല്ലെങ്കിൽ ടീനിയ സോളിയം. സാധാരണയായിട്ട് 2 സ്പീഷീസുകളാണ് മനുഷ്യരിൽ കണ്ടുവരുന്നത്. പന്നി മാംസം വഴി കുടലിലെത്തുന്ന ടീനിയ സോളിയം, അതുപോലെ തന്നെ ഗോമാംസം വഴി എത്തുന്ന ടീനിയ സജിനേറ്റി. അപ്പോൾ പ്രധാനമായിട്ടും 2 സ്പീഷീസാണുള്ളത്. ഒന്നാണ് ടീനിയ സോളിയം, മറ്റൊന്നാണ് ടീനിയ സജിനേറ്റ. വെളുത്തു പരന്ന നാട് പോലെ നീണ്ടു കിടക്കുന്ന ശരീരമാണ് ഈ ജീവിക്കുള്ളത്. ഏകദേശം 2 മീറ്റർ മുതൽ 5 മീറ്റർ വരെ നീളം ഇവയ്ക്കുണ്ട്. ശരീരത്തിൽ പല ഖണ്ഡങ്ങൾ കാണപ്പെടുന്നുണ്ട്. മുൻ അഗ്രം കൂർത്തതും ചെറുതായി വീതി കുറഞ്ഞതുമായിരിക്കും. പിന്നോട്ട് ചെല്ലും തോറും ഖണ്ഡങ്ങളുടെ വലിപ്പവും വീതിയും ക്രമേണ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരീരത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ഭാഗം പിൻ അഗ്രമായിരിക്കും. മുൻ അഗ്രത്തിൽ മുട്ടുസൂചിയുടെയോ അല്ലെങ്കിൽ മുട്ടിനോളം വലിപ്പമുള്ള ആ ഒരു അത്ര വ്യാസത്തിലായിരിക്കും കാണപ്പെടുന്നത്. ഒരു ഭാഗം മാത്രമേ അത്ര വീതി കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തിനെ നമ്മൾ സ്കോളക്സ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും മുൻ അഗ്രത്തിൽ മുട്ടുസൂചി പോലെ അല്ലെങ്കിൽ മുട്ടിനോളം വലിപ്പമുള്ളൊരു ഭാഗം കാണാം, ഏകദേശം 1 മില്ലിമീറ്റർ വ്യാസമുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കോളക്സ്. സ്കോളക്സ് ഉപയോഗിച്ചാണ് അവയവം അല്ലെങ്കിൽ ആ പാർട്ട് യൂസ് ചെയ്താണ് നാടവിര കുടലിനകത്ത് ദൃഢമായി പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിനായി സ്കോളക്സ് കൊളുത്തുകൾ, അതായത് ഹുക്കുകൾ അല്ലെങ്കിൽ സക്കറുകൾ ഉപയോഗിക്കുന്നുണ്ട്.
കൊളുത്തുകൾ മുള്ളുപോലെ കുടൽ ഭിത്തിയിൽ കൊളുത്തു നിൽക്കുന്നുണ്ട്. സക്കറുകൾ പറ്റി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹുക്ക് ആൻഡ് സക്കേഴ്സ് നമ്മൾ ജസ്റ്റ് പോയിന്റ് പറഞ്ഞു പോവുകയുള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനെ പിടിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രൈനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടലിനകത്ത് പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഇത് ഹുക്കും സക്കേഴ്സും. അപ്പോൾ ഇത് ആവശ്യത്തിനായി സ്കോളക്സ് ഈ ഹുക്സും അതുപോലെ സക്കേഴ്സും സ്കോളക്സിനകത്ത് ഹുക്കുകളും അതുപോലെ സക്കറുകളും കാണപ്പെടുന്നുണ്ട്. കൊളുത്തുകൾ മുള്ളുകൾ പോലെ കുടൽ ഭിത്തിയിൽ കൊളുത്തിക്കിടക്കാൻ വേണ്ടി സഹായിക്കുന്നു. സ്കോളസിന് തൊട്ട് പിന്നിലായിട്ട് അഖണ്ഡിതമായ ഒരു ചെറുഭാഗമുണ്ട്, അതായത് വലിയ പാർട്ടീഷനൊന്നും ഇല്ലാത്ത ഭാഗം, അതാണ് അതിൻ്റെ കഴുത്ത്. അപ്പോൾ സ്കോളക്സിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് കഴുത്തെന്ന് പറയുന്നത്. കഴുത്തിൻ്റെ പിൻഭാഗം വിഖണ്ഡനം ചെയ്തിട്ടുണ്ട്, പുതിയ കണ്ടങ്ങളായിട്ട് മാറുന്നുണ്ട്. നൂതന കണ്ടങ്ങൾ, അതായത് പുതിയതായിട്ടുണ്ടാകുന്ന കണ്ടങ്ങളുടെ ഉത്ഭവത്തോടുകൂടി പുഴുവിൻ്റെ പിന്നഗ്രത്തിലൂടെ വലിപ്പം കൂടിയ കണ്ടങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും വിസർജ്യത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ നൂതന കണ്ടങ്ങൾ പുതുതായിട്ടുണ്ടാകുമ്പോൾ പഴയ കണ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു. ഇത് മനുഷ്യ വിസർജ്യം വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. കഴുത്തിന് തൊട്ട് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന കണ്ട ശൃംഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോബില എന്ന് വിളിക്കും. കഴുത്തിന് തൊട്ട് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന കണ്ട ശൃംഖലയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോബില എന്ന് വിളിക്കുക. സ്ട്രോബിലയിലെ ഓരോ കണ്ടത്തിനും പ്രോഗ്ലോട്ടിസ് എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രോബിലയിലെ ഓരോ കണ്ടത്തിനും നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഗ്ലോട്ടിസ്. കഴുത്തിൽ നിന്ന് നൂതന പ്രോഗ്ലോട്ടിസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കഴുത്തിൽ നിന്ന് പുതിയ പുതിയ പ്രോഗ്ലോട്ടിസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുവഴി അവയുടെ നീളം വർദ്ധിക്കുന്നു. കണ്ടങ്ങൾ പ്രധാനമായിട്ടും 3 വിധത്തിലാണ് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരിക്കലും ഇത് സെഗ്മെൻറ്റേഷൻ, ആക്ച്വൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, മടക്കുകൾ പോലെ ഒരു സെപ്പറേഷൻ പോലെ കാണപ്പെടുന്നു. അതാണ് ഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ 3 തരത്തിൽ ഖണ്ഡങ്ങൾ കാണപ്പെടുന്നു. അവയവങ്ങൾ ശരിക്കും വിഭേദനം ചെയ്തിട്ടില്ലാതെ തലയ്ക്ക് തൊട്ടു പിന്നിലായിട്ട് ഒരു ചെറിയ അപക്വ ഖണ്ഡനമുണ്ട്. അതായത് തലയുടെ ഭാഗത്തായിട്ട് ചെറിയൊരു സെക്ഷൻ കാണാൻ പറ്റും. പിന്നെ തൊട്ട് താഴെയായിട്ട് ആൺ പെൺ പ്രത്യുൽപാദന ഭാഗങ്ങളുണ്ടല്ലോ, അതിനെ പക്വമായ ഖണ്ഡനം എന്ന് വിളിക്കും. ആൺ പെൺ പ്രത്യുൽപാദന അവയവങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തെ നമ്മൾ പക്വമായ ഖണ്ഡനം എന്ന് വിളിക്കും. അപ്പോൾ തലയുടെ ഭാഗത്തിനെ അപക്വ ഖണ്ഡനം എന്ന് വിളിക്കും. എന്നാൽ പ്രത്യുൽപാദന അവയവം ഇരിക്കുന്നതിനെ പക്വമായ ഖണ്ഡനം എന്ന് വിളിക്കും. ശരീരത്തിൻ്റെ പിൻഭാഗത്തെ അല്ലെങ്കിൽ പിറകു ഭാഗത്തെ അണ്ഡനിർഭര ഖണ്ഡങ്ങൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? അണ്ഡനിർഭര ഖണ്ഡങ്ങൾ. അപ്പം ഖണ്ഡങ്ങൾ അല്ലെങ്കിൽ ആ പാർട്ടീഷൻ തന്നെ പ്രധാനമായിട്ട് 3 ടൈപ്പ് ഉണ്ട്. അപക്വ ഖണ്ഡനം, പക്വ ഖണ്ഡനം, അണ്ഡനിർഭര ഖണ്ഡനം. അപക്വ ഖണ്ഡനം തലയുടെ ഭാഗം, പക്വ ഖണ്ഡനം പ്രത്യുൽപാദന അവയവത്തിൻ്റെ ഭാഗത്തിൽ, അണ്ഡനിർഭര ഖണ്ഡനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പിറകു ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്ലാറ്റി ഹെൽമന്തസിൻ്റെ ഏകദേശം 3 ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു. ലേറിയ, ട്രമറ്റോഡ, സെസ്റ്റോഡ. പിന്നെ നമ്മൾ നാടവിരയുടെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ സെഗ്മെൻറ്റേഷൻ തന്നെ ഈ കാണുന്നതാണ്, ചെറുതായിട്ട് കാണുന്ന പാർട്ടീഷനാണ്. അടുത്ത ഫൈലത്തിലേക്ക് പോകുകയാണ്. അടുത്ത ഫൈലമാണ് ഫൈലം നിമറ്റോഡ. ഫൈലം നിമറ്റോഡയുടെ മറ്റൊരു പേരാണ് ഫൈലം ആഷൽമിന്തസ് എന്ന് വിളിക്കും. ഏതാണ്? ഫൈലം ആഷൽമിന്തസ്. ഖണ്ഡിതമല്ലാത്ത ദ്വിപാർശ്വ സമമിതമായ ത്രിപ്ലാസ്റ്റിക്ക കപട സീലോമേറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിമറ്റോഡുകൾ അല്ലെങ്കിൽ ആഷൽമിന്തസുകൾ. ഞാനൊരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞുതരാം. ഇതിലെന്ത് കാണപ്പെടുന്നില്ല? സെഗ്മെൻറ്റേഷൻ കാണപ്പെടുന്നില്ല. ദാറ്റ് ഈസ് ഖണ്ഡിതമല്ലാത്തത്. ദ്വിപാർശ്വ സമമിതം, ബൈലാറ്ററൽ സിമെട്രി. ഏത് സിമെട്രിയാണ്? ബൈലാറ്ററൽ സിമെട്രി. ത്രിപ്ലാസ്റ്റിക്ക, ട്രിപ്ലോബ്ലാസ്റ്റിക്, കപട സീലോമേറ്റ്, അതായത് സീഡോസീലം. ഇത്രയും കാണപ്പെടുന്നത് എവിടെയാണ്? ഫൈലം നിമറ്റോഡയിലാണ്. ശരീരം പൊതുവെ ക്യൂട്ടിക്കിൾ കൊണ്ട് ആവൃതമാണ്, അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. രക്തസംവഹന വ്യൂഹം കാണപ്പെടുന്നില്ല. അന്നനാളത്തിനും അതുപോലെ തന്നെ വായയ്ക്കും, അതായത് ഏനൽ ഓപ്പണിങ്ങും അതുപോലെ തന്നെ വായയുടെ ഓപ്പണിങ്ങും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഏനൽ ഓപ്പണിങ്ങും അതുപോലെ തന്നെ വായയുടെ ഓപ്പണിങ്ങും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു ജോഡി പാർശ്വ കനാലുകൾ കാണപ്പെടുന്നു. എന്താണ് പാർശ്വ കനാലുകൾ? അതായത് പ്രോട്ടോനെഫ്രീഡിയ. ഒരു ജോഡി പ്രോട്ടോനെഫ്രീഡികൾ കാണപ്പെടുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാർശ്വ കനാലുകൾ. ഇവ വിസർജന വ്യൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാഹ്യഭാഗത്ത് ഒരു പൊതുദ്വാരമുണ്ട്. ഇതാണ് ഓപ്പൺ ചെയ്യുന്നത് പുറത്തേക്ക്. ആൺ പെൺ ജീവികൾ വെവ്വേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്ക് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൺ നിമറ്റോഡ് ഏതാണ് അല്ലെങ്കിൽ പെൺ നിമറ്റോഡ് ഏതാണ്, ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് അസ്കാരിസ്. ഏതാണ്? അസ്കാരിസ്. സിമ്പിളാണ് അസ്കാരിസ്. അസ്കാരിസ് കണ്ടു കഴിഞ്ഞാൽ
ഫീമെയിൽ അസ്കാരിസ് നീളം കൂടിയതും നമ്മുടെ മെയിൽ അസ്കാരിസ് നീളം കുറഞ്ഞതുമാണ്. കിട്ടിയല്ലോ. അപ്പോൾ ഫൈലം നിമറ്റോഡ് പറയുമ്പോൾ ഖണ്ഡിതമല്ല, ദ്വിപാർശ്വ സമമിതയാണ്, ട്രിപ്ലാസ്റ്റിക്കയാണ്, കപട സീലോമേറ്റാണ്. ശരീരത്തിൽ ക്യൂട്ടിക്കളുണ്ട്, രക്തസംഭരണ വ്യൂഹം കാണപ്പെടുന്നില്ല, ഏനൽ ഓപ്പണിങ്ങും വായയുടെ ഓപ്പണിങ്ങും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ജോഡി പാർശ്വ കനാലുകൾ കാണപ്പെടുന്നുണ്ട്. വിസർജന വ്യൂഹത്തോട് ചേർന്നായിരിക്കും പാർശ്വ കനാലുകൾ കാണപ്പെടുന്നത്. ബാഹ്യഭാഗത്തായിട്ട് ഒരു പൊതുദ്വാരം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൺ പെൺ ജീവികൾ വെവ്വേറെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അസ്കാരിസ് അതാണ് സാധാരണ വിര എന്ന് പറയുന്നത്. അടുത്താണ് ആൻകൈലോസ്റ്റോമ. ഏതാണ് ആൻകൈലോസ്റ്റോമ? അതായത് കൊക്കപ്പുഴു എന്നൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ, ദാറ്റ് ഈസ് ആൻകൈലോസ്റ്റോമ. അടുത്താണ് ട്രാക്കൻകുലസ്. ഏതാണ് ട്രാക്കൻകുലസ്? അതായത് ഗിനി വിര എന്ന് പറയും. ട്രാക്കൻകുലസ് ആണ് ഏത്? ഗിനി വിര. അപ്പോൾ ഫൈലം നിമറ്റോഡെ തന്നെ പ്രധാനമായിട്ടും 2 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എഫാസ്മീഡി എന്നും ഫാസ്മീഡി എന്നും. നമുക്ക് അസ്കാരിസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അസ്കാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ചെറുകുടലിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന വിരകളാണ് അസ്കാരിസ്. ഇളം മഞ്ഞ നിറത്തിൽ സിലിണ്ടർ രൂപത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ശരീരത്തിൻ്റെ 2 അറ്റത്തും മൂർത്ത ഭാഗങ്ങളായിട്ട് കാണപ്പെടും. ആണിൻ്റെയും പെണ്ണിൻ്റെയും വലിപ്പം വ്യത്യാസമുണ്ട്. വിരയുടേത് വലിപ്പം കൂടുന്നതും അതുപോലെ തന്നെ ആൺ അസ്കാരിസിൻ്റെത് വലിപ്പം കുറവുമായിരിക്കും. ഇവയ്ക്ക് 25 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. പെൺവിരയ്ക്ക് ആണിനെ അപേക്ഷിച്ച് വലുതാണ്. ഇവയ്ക്ക് 25 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. പെണ്ണിൻ്റെ പിൻഭാഗം നീണ്ടതായിരിക്കും. എന്നാൽ ആണിൻ്റെ ചുരുണ്ട് വളഞ്ഞ ഒരു കൊക്കിയുടെ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പം പെണ്ണിൻ്റെ പിൻഭാഗം നീണ്ടതായിരിക്കും, എന്നാൽ ആണിൻ്റെ പിൻഭാഗം എന്തായിരിക്കും? ചുരുണ്ടതും ഒരു കൊക്കിയുടെ ഫോമിലുമായിരിക്കും ഇരിക്കുന്നത്. കൊക്കി രൂപത്തിലുള്ള പിൻഭാഗങ്ങളെ ആസ്പദമാക്കി ആണിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വിരയുടെ മുൻ അഗ്രത്തിലുള്ള വായ സ്ഥിതി ചെയ്യുന്നത് വായയുടെ ചുറ്റും ചെറു പല്ലുകൾ നിറഞ്ഞ 3 ചുണ്ടുകൾ അണിനിരന്നിട്ടുണ്ട്. ആ ചുണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുഖപാപ്പില അല്ലെങ്കിൽ ഓറൽ പാപ്പില എന്നറിയപ്പെടും. അപ്പോൾ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കി ഉണ്ടെങ്കിൽ എന്താണ്? കൊക്കി ഉണ്ടെങ്കിൽ അത് ആണായിരിക്കും, കൊക്കി ഇല്ലെങ്കിൽ അത് ഏതായിരിക്കും? പെണ്ണായിരിക്കും. അപ്പോൾ വിരയുടെ മുൻ അഗ്രത്തിലായിട്ട് വായ സ്ഥിതി ചെയ്യുന്നുണ്ട്. വായയുടെ ചുറ്റും ചെറു പല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ഇവ 3 നിര ചുണ്ടുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ചുണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുഖപാപ്പില എന്ന് വിളിക്കും. മുഖപാപ്പിലയുടെ സഹായത്തോടെയാണ് വിര കുടലിനുള്ളിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്. പചനപഥത്തിന്റെ വ്യക്തമായ വായയും ബുധദ്വാരവും കാണപ്പെടുന്നു. ഏതാണ്? പചനപഥത്തിന് വ്യക്തമായ വായയും അതുപോലെ ദ്വാരവും കാണപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന നിമറ്റോഡിന്റെ അടുത്ത ഒരു സെക്ഷനാണ് കൊക്കപ്പുഴു. പ്രധാനപ്പെട്ട ഒന്നാണ് കൊക്കപ്പുഴു. ആൻകൈലോസ്റ്റോമ ഡുവോഡെനൈൽ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ നെക്കേറ്റർ അമേരിക്കാനസ് എന്നീ 2 വ്യത്യസ്ത സ്പീഷീസുകൾ ഉൾപ്പെടുന്നതാണ് കൊക്കപ്പുഴു. അപ്പോൾ 2 വ്യത്യസ്ത സാധനങ്ങളുണ്ട്. ആൻകൈലോസ്റ്റോമ ഡുവോഡെനൈലും അതുപോലെ തന്നെ നെക്കേറ്റർ അമേരിക്കാനസും. 2 എണ്ണമാണുള്ളത്. ആൻകൈലോസ്റ്റോമ ഡുവോഡെനൈലും നെക്കേറ്റർ അമേരിക്കാനസും എന്നീ 2 വ്യത്യസ്ത സ്പീഷീസുകളായിട്ടാണ് കാണപ്പെടുന്നത്. മനുഷ്യരുടെ ചെറുകുടലിലാണ് ഇത് വസിക്കുന്നത്. ഇന്ത്യയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഒരു രോഗമാണ് ആൻകൈലോസ്റ്റോമാസിസ് അഥവാ കൊക്കപ്പുഴു ബാധ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ ചെറുകുടലിലാണ് കൊക്കപ്പുഴു ഇത് വസിക്കുന്നത്. ഇന്ത്യയിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന രോഗമാണ് ആൻകൈലോസ്റ്റോമാസിസ് അഥവാ കൊക്കപ്പുഴു ബാധ. ആൻകൈലോസ്റ്റോമ സ്പീഷീസിൽപ്പെട്ട പെൺവിരയ്ക്ക് 10 മുതൽ 11 വരെ മില്ലിമീറ്റർ നീളം കാണപ്പെടുന്നു. ഏകദേശം 6 മില്ലിമീറ്റർ വീതിയും ആൺവിര ചെറുതുമായിരിക്കും. അപ്പോൾ ആൻകൈലോസ്റ്റോമ എടുത്തു കഴിഞ്ഞാൽ 10 മുതൽ 11 മില്ലിമീറ്റർ നീളവും അതുപോലെ 6 മില്ലിമീറ്റർ വീതിയും കാണപ്പെടുന്നുണ്ട്. ആൺവിരയ്ക്ക് പൊതുവെ എന്തായിരിക്കും? വലിപ്പവും നീളവും കുറവായിരിക്കും. ആൺവിരയുടെ പിന്നഗ്രത്തിൽ ഉപചർമ്മത്തിന് നിർമ്മിതമായ ഒരു ചെറിയ പാളി കാണപ്പെടുന്നു. ഇതിലൊരു പരന്ന സഞ്ചി കാണുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സംയുഗ്ന ബർസ. ഏതാണ്? സംയുഗ്ന ബർസ, അതായത് കോപ്പുലേറ്ററി ബർസ എന്നറിയപ്പെടും. എവിടെ കാണപ്പെടുന്നു? ആൺവിരയുടെ പിൻഭാഗത്ത് ഉപചർമ്മത്തിൽ ഒരു പരന്ന സഞ്ചി പോലെ കാണപ്പെടുന്ന അവയവത്തെ പറയുന്ന പേരാണ് സംയുഗ്മ ബർസ, കോപ്പുലേറ്ററി ബർസ എന്ന് വിളിക്കും. അവസ്കര ദ്വാരം ഇതിനകത്തേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വാരത്തിനടുത്ത് വെച്ച് 2 മൈഥുന മുള്ളുകൾ സംരക്ഷിക്കുന്ന 2 സഞ്ചികളും കാണാൻ പറ്റും. അപ്പം ആൺവരിയുടെ പിൻഭാഗത്തിൽ ഉപചർമ്മത്തിനോട് ചേർന്ന് ഒരു പരന്ന സഞ്ചി പോലുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംയുഗ്മ ബർസ എന്ന് വിളിക്കും.
ഇത് അവസ്കാര ദ്വാരത്തിന് അകത്തേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദ്വാരത്തോടനുബന്ധിച്ച് 2 മൈഥുന മുള്ളുകൾ കാണപ്പെടുന്നു. ദാറ്റ് ഈസ് കോപ്പുലേറ്ററി സ്പിക്യൂൾസ് എന്ന് വിളിക്കും. അവയെ സംരക്ഷിക്കുന്ന 2 സഞ്ചികളും കാണപ്പെടുന്നു. ജീവിക്ക് 6 പല്ലുകളാണ് കാണപ്പെടുന്നത്. 4 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമായിരിക്കും. പല്ലുകൾ ഉപയോഗിച്ചാണ് കൊക്കപ്പുഴു ഇതിനകത്ത് കടിച്ചു പോയി കിടക്കുന്നത്. അന്തർഭാഗങ്ങളിൽ വ്രണപ്പെടുത്തുകയും ചെയ്യും. ഗ്രസനി സിലിണ്ടർ രൂപത്തിലാണ് കാണപ്പെടുന്നത്. രക്തം വലിച്ചു കുടിക്കാൻ സംയുക്തമായിട്ട്, അതായത് അതിന് പാകപ്പെട്ട രീതിയിലായിരിക്കും പേശികൾ കാണപ്പെടുന്നത്. അപ്പോൾ ജീവിക്ക് 6 പല്ലുകളുണ്ട്. 4 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമായിരിക്കും. പല്ലുകൾ ഉപയോഗിച്ചാണ് കൊക്കപ്പുഴു കുടലിൽ തൂങ്ങിപ്പിടിച്ചു കിടക്കുന്നത്. അന്തർഭാഗത്തിനെ വ്രണപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഗ്രസനി സിലിണ്ടർ രൂപത്തിലാണ് കാണപ്പെടുന്നത്. രക്തം വലിച്ചു കുടിക്കാൻ ഉപയുക്തമായ പേശികളാണ് ഇവയ്ക്ക് കാണപ്പെടുന്നത്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന നിമറ്റോഡയാണ് ഹുക്ക് വർം. അത് നമ്മൾ പറഞ്ഞു, ആൻകൈലോസ്റ്റോമ ഡിയോഡിനെ എന്ന് പറയുന്നത്. പിൻവർം, കൃമി എന്ന് പറയത്തില്ലേ, കൃമി കാണപ്പെടുന്നു, പിൻവർം. അതുപോലെ തന്നെ ഫൈലേറിയൻ വർം, മന്ത് വരുത്തുന്ന ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി. റൗണ്ട് വർം, അസ്കാരിയസ് ലൂംബ്രിക്കോയിഡ്സ്. ഏതാണ്? അസ്കാരിയസ് ലൂംബ്രിക്കോയിഡ്സ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിമറ്റോഡിനകത്ത് വരുന്നത്. മന്ത് വിരകൾ കാണപ്പെടുന്നത് മനുഷ്യൻ്റെ ലിംബിലാണ്. അത് നമുക്കറിയാം അല്ലേ, ലിംബ് വാഹികളിലും ലിംബ് ഗ്രന്ഥികളിലുമായിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. മന്ത് രോഗം പരത്തുന്ന പെൺകുതുകുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂലക്സ് എന്ന് വിളിക്കും. അപ്പം മന്ത് രോഗം പരത്തുന്ന പെൺകുതുകുകളെ വിളിക്കുന്ന പേരാണെന്ത്? ക്യൂലക്സ്. മന്ത് വിരകളുടെ ലാർവകൾ അറിയപ്പെടുന്നത് മൈക്രോഫൈലേറിയ എന്നാണ്. മന്ത് വിരകളുടെ ലാർവ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മൈക്രോഫൈലേറിയ. അപ്പം മന്ത് വിരകൾ കാണപ്പെടുന്നവരാണ് മനുഷ്യനെ ലിംബ് വാഹികളിലും ലിംബ് ഗ്രന്ഥികളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. മന്ത് രോഗം പരത്തുന്നത് പെൺകൊതുകുകളാണ്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഏതാണ്? ക്യൂലക്സ് ആണ്. മന്ത് വിരകളുടെ ലാർവ അറിയപ്പെടുന്നത് മൈക്രോഫൈലേറിയ എന്നാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഏതൊക്കെയാണ്? കൊക്കപ്പുഴുവും നമ്മൾ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ അസ്കാരിസും പറഞ്ഞു. ഇനി അടുത്ത ഫൈലത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഫൈലം ആനലിഡ. ഏതാണ്? ഫൈലം ആനലിഡ. ഫൈലം ആനലിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റേഷൻ വരുന്നൊരു ഫൈലമാണ്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോറിഫറ, പോർ ബിയറിംഗ് ഓർഗാനിസം, ശരീരത്തിൽ നിറച്ച് സുഷിരങ്ങൾ കാണപ്പെടുന്ന ഓർഗാനിസമാണ് ഏത്? പോറിഫറ. നിഡേറിയ, നിഡോബ്ലാസ്റ്റ് കാണപ്പെടുന്നു. ടീനോഫോറ, പ്രത്യേകിച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം സീ വാൾനട്ട്, കോമ്പ് ജെല്ലിസ് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റും. മറ്റൊന്നാണ് ഫ്ലാറ്റി ഹെൽമിന്തസ്, ഫ്ലാറ്റ് ബോംസ് എന്ന് പഠിക്കാൻ പറ്റും. നിമറ്റോഡ എന്ന് പറയുമ്പോൾ ആഷൽമിന്തസ് ഗ്രൂപ്പ് വരുന്നത്, ആഷൽമിന്തസ്. അത് കഴിഞ്ഞിട്ടാണ് ആനലിഡ. ആനലിഡ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സെഗ്മെന്റേഷൻ, അതായത് ഖണ്ഡനം സ്റ്റാർട്ട് ചെയ്യുന്ന ഡീമാർക്കേറ്റഡ് ഖണ്ഡനം, അതായത് ഡീമാർക്കേറ്റഡ് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറിസം സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈലമാണ് ഏത്? ഫൈലം ആനലിഡ എന്ന് പറയുന്നത്. നമുക്ക് ആനലിഡയിലേക്ക് കടക്കാം. ഫൈലം ആനലിഡ ശരീരം നീണ്ടതും സിലിണ്ടറിൻ്റെ ആകൃതിയിലുള്ളതുമാണ് ഫൈലം ആനലിഡ. ശരീരത്തിൽ എന്ത് കാണപ്പെടുന്നു? ഖണ്ഡനങ്ങൾ അഥവാ മെറ്റാമിയറുകൾ കാണപ്പെടുന്നു. ഖണ്ഡനം ബാഹ്യമായിട്ടും ആന്തരമായിട്ടും കാണപ്പെടുന്നു. ത്രിബ്ലാസ്റ്റിക സീലോമേറ്റുകളാണ്. ത്രിബ്ലാസ്റ്റിക എന്താണെന്നറിയാം, സീലോമേറ്റുകൾ എന്താണെന്നറിയാം. രക്തസംവഹന വ്യൂഹം അടഞ്ഞ തരത്തിലാണ്. ഹീമോസീൽ ചിലപ്പോഴൊക്കെ കാണപ്പെടുന്നുണ്ട്. നെഫ്രീഡിയാണ് ഇവയുടെ വിസർജന അവയവം. നാഡീവ്യൂഹം നന്നായി വികസനം പ്രാപിച്ചതാണ്. സെറിബ്രൽ ഗാംഗ്ലിയോണുകളും ഇരട്ട അധര നാഡികളും ഖണ്ഡനങ്ങൾ തോറും ഗാംഗ്ലിയോണുകൾ ചേർന്നതാണ് മിക്കവയുടെയും നാഡീവ്യൂഹം. ഒരു എടുത്തു പറയുന്ന തലച്ചോറല്ല ഇവിടെ വരുന്നത്. ഏതാ വരുന്നത്? ഗാംഗ്ലിയോണുകളാണ് കാണുന്നത്. എന്താ ഗാംഗ്ലിയോൺ? സർക്കുലാറിൽ നമ്മുടെ ന്യൂറോൺസ് ചുറ്റിപ്പിണഞ്ഞ് കാണപ്പെടുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാംഗ്ലിയോൺ എന്ന് വിളിക്കും. അപ്പം നാഡീവ്യൂഹം നന്നായി വികാസം പ്രാപിച്ചവയാണ്. സെറിബ്രൽ ഗാംഗ്ലിയോണുകളുടെ ഇരട്ട അധര നാഡികളും ഖണ്ഡങ്ങൾ തോറും ഗാംഗ്ലിയോണുകളും ചേർന്നതായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നാഡീവ്യൂഹം കാണപ്പെടുന്നത്. വായുവും ബുധഭാഗവും 2 അറ്റത്തും ദഹനേന്ദ്രിയ വ്യൂഹം കാണപ്പെടുന്നുണ്ട്. അതായത് 2 ഓപ്പണിങ്ങും, ഏനൽ ഓപ്പണിങ്ങും കാണപ്പെടുന്നു, മൗത്ത് ഓപ്പണിങ്ങും കാണപ്പെടുന്നു. പ്രത്യുൽപാദനം ലൈംഗിക അലൈംഗിക പ്രത്യുൽപാദനമാണ് നടത്തുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിര വരുന്നുണ്ട്, നീറുസ് വരുന്നുണ്ട്, പുളയട്ട വരുന്നുണ്ട്. അന്നലിഡയെ പ്രധാനമായിട്ട് നമ്മൾ 3 ക്ലാസ്സുകൾ തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? പോളികീറ്റ, ഒലിഗോകീറ്റ, അതുപോലെ തന്നെ ഏത് വരുന്നുണ്ട്? ഹിറുഡിനേറിയ. ഏതാണ്? ഹിറുഡിനേറിയ. അപ്പം പ്രധാനപ്പെട്ടതാണ് പോളികീറ്റ, ഒലിഗോകീറ്റ, ക്ലാസ് ഹിറുഡിനേറിയ. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം.
പോളിക്കീറ്റ പൊതുവായിട്ട് സമുദ്രജലത്തിലും ശുദ്ധജലത്തിലുമായിട്ട് കാണപ്പെടുന്നവയാണ് പോളിക്കീറ്റ. ശരീരം ഖണ്ഡനം ചെയ്തിട്ടുണ്ട്, അതായത് സെഗ്മെന്റേഷൻ കാണപ്പെടുന്നു. ഓരോ ഖണ്ഡത്തിലും ഓരോ ജോഡി പാരപ്പോഡിയം കാണപ്പെടുന്നു. പാരപ്പോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലല്ലേ കാണപ്പെടുന്നത്, അപ്പം നീന്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ലോക്കോമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പാരപ്പോഡിയ. പാരപ്പോഡിയം ശ്വസനത്തിനും ഉപയോഗിക്കുന്നുണ്ട്, ചലനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. പാരപ്പോഡിയയിൽ ധാരാളം സീറ്റകൾ കാണപ്പെടുന്നു. നമ്മൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിഗ്രിയുടെ ലാബിൽ നമ്മൾ ചെയ്യുന്നതാണ് പാരപ്പോഡിയത്തിൻ്റെ സീറ്റയുടെ മൈക്രോസ്കോപ്പിക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാരപ്പോഡിയയിൽ ധാരാളമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? സീറ്റകൾ അല്ലെങ്കിൽ ബ്രിസിൽസുകൾ കാണപ്പെടുന്നു. അതിനാലാണ് ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിക്കീറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളിക്കീറ്റിൻ്റെ ആപ്റ്റ് എക്സാമ്പിൾ ഏതെന്ന് വെച്ചാൽ ഏതാണ്? നീറിസ് ആണ്. അപ്പോൾ പാരപ്പോഡിയയിൽ ധാരാളമായി സീറ്റകൾ കാണപ്പെടുന്നു അല്ലെങ്കിൽ ബ്രിസിൽസ് കാണപ്പെടുന്നു. അതിനാലാണ് ഇവയെ എന്ത് വിളിക്കുന്നത്? പോളിക്കീറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണമാണ് ഇത് നീറിസ്. നീറിസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. നീറിസ് സാൻഡ് വേം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ പാരപ്പൊടിയുടെ ചലനത്തിന് സഹായിക്കുന്നുണ്ട്. ഇവയുടെ പാരപ്പൊടി എന്തിനു സഹായിക്കുന്നു? ചലനത്തിന് സഹായിക്കുന്നു. പ്രത്യുൽപാദന സമയത്ത് നീറിസിൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് പെരിസ്റ്റോമിയൽ ടെൻട്രിക്കിളുകൾ വലുതാകുന്നുണ്ട്, കുടൽ ചുരുങ്ങി പ്രവർത്തനരഹിതമാകുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് പെരിസ്റ്റോമിയൽ ടെൻട്രിക്കിളുകൾ വലുതാകുന്നുണ്ട്, കുടൽ ചുരുങ്ങിയിട്ട് പ്രവർത്തനരഹിതമാകുന്നുണ്ട്. ശരീരത്തിൻ്റെ പിൻഭാഗത്തെ പാരിപ്പോഡിയ വലുതാകുന്നുണ്ട്. ഈ ഘട്ടത്തിലുള്ള നീറിസിനെ ഹെറ്ററോ നീറിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം പ്രത്യുൽപാദന ഘട്ടത്തിൽ നീറിസിന് മാറ്റം വരുന്നു, അതിനെ എന്ത് വിളിക്കുന്നു? ഹെറ്ററോ നീറിസ് എന്ന് വിളിക്കുന്നു. ഹെറ്ററോ നീറിസ് എന്ന് വിളിക്കുന്നു. ബാഹ്യബീജ സംയോഗമാണ് നടക്കുന്നത് നീറിസിൽ. അതായത് ബാഹ്യബീജ സംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ശരീരത്തിന് വെളിയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നീറിസിൻ്റെ ലാർവ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോക്കോഫോർ എന്ന് വിളിക്കും. നീറിസിൻ്റെ ലാർവ ഫോമിനെ വിളിക്കുന്ന പേരാണിത് ട്രോക്കോഫോർ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് ഒളിഗോകീറ്റ. ക്ലാസ് ഒളിഗോകീറ്റ എന്ന വളരെ കുറച്ച് സീറ്റകൾ കാണപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇത് ഒളിഗോകീറ്റ. ഇവയുടെ ഭൂരിഭാഗവും കരയിൽ വസിക്കുന്നവയാണ്. സീറ്റകൾ വളരെ കുറവാണ്, പാരപ്പൊടി കാണുന്നതേ ഇല്ല. എല്ലാം തന്നെ ഉഭയലിംഗ ജീവികളാണ്. ഉഭയലിംഗ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നതാണ് എന്ത്? ഉഭയലിംഗ ജീവികൾ. ജീവിതചക്രത്തിൽ ലാർവ കാലഘട്ടം കാണപ്പെടുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും, മണ്ണിര വരും. അപ്പോൾ ജീവിത കാലഘട്ടത്തിൽ എന്ത് കാണപ്പെടുന്നില്ല? ലാർവ കാണപ്പെടുന്നില്ല. എക്സാമ്പിളാണ് ആപ്റ്റായിട്ട് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ഏതാണ്? മണ്ണിരയാണ് എക്സാമ്പിൾ വരുന്നത്. നമുക്ക് പൊതുവായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് എന്ത്? മണ്ണിര. നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന ഒരാളാണ് മണ്ണിര, അല്ലെ? ഈർപ്പമുള്ള മണ്ണിൽ കാണപ്പെടുന്ന ഒന്നാണ് മണ്ണിര അല്ലെങ്കിൽ എർത്ത് വേം എന്ന് പറയും. ജൈവാംശമുള്ള മണ്ണാണ് അവയുടെ ആഹാരം എന്ന് പറയുന്നത്. ഭക്ഷണം തരുന്ന സമയത്ത് മുകൾ തട്ടിലെയും താഴെത്തട്ടിലെയും മണ്ണ് ഇളക്കി ചേർക്കുന്നതിന് ഇവ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുക, വായു സഞ്ചാരം കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പം ജൈവാംശമുള്ള മണ്ണാണ് ആരുടെ ആഹാരം? നമ്മുടെ മണ്ണിരയുടെ ആഹാരം. ഭക്ഷണം തേടുന്ന സമയത്ത് മുകൾ തട്ടിലെയും താഴ്ത്തട്ടിലെയും മണ്ണ് ഇളക്കി ചേർക്കുന്നതിനാൽ ഇവ മണ്ണിൻ്റെ ഫലപുഷ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് കൂട്ടുന്നു എന്ന് പറയാം. മണ്ണിലെ വായു സഞ്ചാരവും അതുവഴി കൂട്ടുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിരയാണ് മെഗാസ്പോളക്സ്. ഏകദേശം 4 മുതൽ 9 ഇഞ്ച് വരെ നീളം വെക്കുന്നുണ്ട്. ഉരുണ്ട ശരീരമാണ്. ഡോർസൽ ഭാഗം ഉരുണ്ടതും വെണ്ട ഭാഗം മങ്ങിയതുമാണ്. ശരീരത്തിൽ ഏകദേശം 80 മുതൽ 120 സെഗ്മെന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? 80 മുതൽ 120. ഈ പറയുന്ന ഖണ്ഡനം ഒരിക്കലും നമ്മുടെ ഏതിനകത്താണ്? ഫ്ലാറ്റ് വേംസിൻ്റെ സെക്ഷനിൽ വരുന്ന ഖണ്ഡനമല്ല, ഇത് ആക്ച്വൽ ഖണ്ഡനം തന്നെയാണ്. ഓക്കെ, ആക്ച്വൽ ഖണ്ഡനമാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അതിനെ അനിൽഡ എന്ന് പറയുന്ന പേര് വരാൻ കാരണം തന്നെ എന്താ? പ്രസൻസ് ഓഫ് ആനുൾസ് ആണ്. ആനുൾസ് നമ്മൾ ആനുലാർ റിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? തടികളിലൊക്കെ വാർഷിക വളയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ആ ഡിമാർക്കേഷൻ എവിടെ കാണപ്പെടുന്നു? മണ്ണിരയിലും കാണപ്പെടുന്നു. 80 മുതൽ 120 വരെ. ആദ്യ ഖണ്ഡനത്തെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റോമിയം. അപ്പോൾ ആദ്യത്തെ സെക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആദ്യത്തെ സെഗ്മെന്റേഷനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റോമിയം. ഇതിൻ്റെ അഗ്രഭാഗത്ത് വായ കാണപ്പെടുന്നു. വായയെ മൂടിക്കൊണ്ടുള്ള ഭാഗമാണ് പ്രോസ്റ്റോമിയം. അപ്പോൾ ആദ്യ ഖണ്ഡത്തെ പെരിസ്റ്റോമിയം എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ അഗ്രഭാഗത്തെ വായ എന്ന് വിളിക്കുന്നത്, വായയെ മൂടിക്കൊണ്ടുള്ള ഭാഗത്തെ പ്രോസ്റ്റോമിയം എന്ന് വിളിക്കുന്നുണ്ട്. ശരീരത്തിൽ ക്ലൈറ്റലം കാണപ്പെടുന്നത് 14നും 17നും ഖണ്ഡങ്ങൾക്ക് ഇടയിലാണ്. ഓരോ ഖണ്ഡനത്തിനുമുള്ള സൂക്ഷ്മ സുഷിരങ്ങളെ നമ്മൾ നെഫ്രിയോ പോറുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഓരോ ഖണ്ഡനത്തിലും ചെറിയ ചെറിയ പോറുകൾ കാണപ്പെടുന്നു. ആ പോറുകളെ വിളിക്കുന്ന പേരാണെന്ത്? നെഫ്രിയോ പോറുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത
അടുത്ത ക്ലാസ്സിലേക്കാണ് വരുന്നത് ഏതാണ്? ക്ലാസ് ഹിറുഡിനേറിയ. അടുത്ത ക്ലാസ്സിലേക്കാണ് വരുന്നത് ക്ലാസ് ഹിറുഡിനേറിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോളികീറ്റ് കംപ്ലീറ്റ് ചെയ്തു, നീറിസ് പറഞ്ഞു, ഒളിഗോകീറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ മണ്ണിലെ കുറച്ച് എക്സ്പ്ലനേഷൻ പറഞ്ഞു. അതിനുശേഷമുള്ളതാണത് ഹിറുഡിനേറിയ എന്ന് പറയുന്നത്. ഏതാണ്? ഹിറുഡിനേറിയ. ലാലിഡയുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. ബാഹ്യപരാതമായോ അല്ലെങ്കിൽ ശുദ്ധജലത്തിലോ കാണപ്പെടുന്നതാണ് ഹിറുഡിനേറിയ. ചിലത് കരയിലും മറ്റു ചിലത് സമുദ്രത്തിലും കാണപ്പെടുന്നു. അപ്പോൾ ബാഹ്യപരാതമായോ അല്ലെങ്കിൽ ശുദ്ധജലത്തിലോ കാണപ്പെടുന്ന ഒന്നാണ് ഏത്? ക്ലാസ് ഹിറുഡിനേറിയ. ചിലത് കരയിലും മറ്റു ചിലത് സമുദ്രത്തിലും കാണപ്പെടുന്നു. പാരപ്പൊടിയെയും സീറ്റയും കാണപ്പെടുന്നില്ല. ശരീരത്തിൽ 2 അഗ്രങ്ങളിലും ഓരോ സക്കറുകൾ കാണപ്പെടുന്നു. ഹിറുഡിനേറിയ. ഓക്കെ, കുളയട്ട എന്ന് പറയുന്ന സാധനമാണ് ഇത് ഹിറുഡിനേറിയ. ഇവയെല്ലാം തന്നെ ദ്വിലിംഗ ജീവിയാണ്. ആന്തര ബീജ സംയോഗമാണ് നടക്കുന്നത്. ജീവിതചക്രത്തിൽ ലാർവഘട്ടം കാണപ്പെടുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞ ഏതാണ്? കുളയട്ട തന്നെയാണ്. അട്ടകൾ പ്രധാനമായും കണ്ടുവരുന്നത് ശുദ്ധജലത്തിലാണ്. കരയിലും കടലിലും ജീവിക്കുന്ന അട്ടകളും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ കുളങ്ങളിലും തോടുകളിലും കാണപ്പെടുന്ന അട്ടയ്ക്ക് ഹിറുഡിനേറിയ അഥവാ പോത്തട്ട എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് കന്നുകാലികളുടെയും മനുഷ്യൻ്റെയും ശരീരത്തിൽ നിന്നും രക്തം ഊറ്റി കുടിക്കുന്നവയാണ്. കാട്ടുപ്രദേശങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന മലയട്ട ടിപ്സ് എന്ന് വിളിക്കും. അട്ടയുടെ ശരീരം നീണ്ടു പരന്നിരിക്കും. ശരീരത്തിൽ 33 ഖണ്ഡങ്ങൾ കാണപ്പെടുന്നു. തലയറ്റത്ത് വായും അതിനു ചുറ്റും സക്കേഴ്സും നമുക്ക് കാണാൻ പറ്റും. മറ്റേ അറ്റത്ത് വൃത്താകൃതിയിലുള്ള ഒരു പോസ്റ്റീരിയർ സക്കർ എന്ന് വിളിക്കും. എന്താണ്? അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം തലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ തലയുടെ അറ്റത്ത് വായുള്ള ആ ഭാഗത്ത് എന്ത് കാണപ്പെടുന്നു? സക്കർ കാണപ്പെടുന്നു. മറ്റേ അറ്റത്തിൽ എന്ത് കാണപ്പെടുന്നു? സക്കർ കാണപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റീരിയർ സക്കർ എന്ന് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പച്ച ചൂഷ്കം എന്ന് വിളിക്കും. പച്ച 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 മറ്റേ പച്ചയല്ല കേട്ടോ, നമ്മുടെ പശ്ചിമത്തിൻ്റെ ആ ഒരു പച്ച. ഓക്കെ, പച്ച ചൂഷ്കം എന്ന് വിളിക്കാം. ചുറ്റുമായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ ചൂഷ്കങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഈ മുഖത്തിൻ്റെ ഭാഗത്ത് വായ്ക്ക് ചുറ്റും ഓറൽ സക്കേഴ്സ് കാണപ്പെടുന്നു. കുളയിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തലയുടെ ഭാഗത്ത്, അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത്, അതിൻ്റെ മുഖത്തിൻ്റെ ഭാഗത്ത് ധാരാളം സക്കറുകൾ കാണപ്പെടുന്നു. ഈ സക്കറുകളെ നമ്മൾ സക്കേഴ്സ്, അതായത് പോസ്റ്റീരിയർ സക്കർ, ഓറൽ സക്കർ, അതുപോലെ തന്നെ കോമൺ സക്കർ എന്നൊക്കെ വിളിക്കാറുണ്ട്. 9 മുതൽ 11 വരെയുള്ള ഖണ്ഡങ്ങൾ മണ്ണിരയെ പോലെ തന്നെ ക്ലൈറ്റലും കാണപ്പെടുന്നു. 9 മുതൽ 11 വരെയുള്ള ഖണ്ഡങ്ങളിൽ മണ്ണിരയെ പോലെ തന്നെ എന്ത് കാണപ്പെടുന്നു? ക്ലൈറ്റില്യം കാണപ്പെടുന്നു. അട്ടയും എന്താണ്? ഒരു ഉഭയലിംഗ ജീവിയാണ്. അതായത് 2 സെക്സ് ഓർഗൻസും കാണപ്പെടുന്നു. സോ എന്താണ്? അട്ടയും ഒരു ഉഭയലിംഗ ജീവിയാണ്. മറ്റു ജീവികളുടെ ചോര കുടിച്ചാണ് പരാദജീവികളായ അട്ടകൾ ജീവിക്കുന്നത്. ചൂഷ്കങ്ങൾ കൊണ്ട് അന്യജീവിയുടെ ശരീരത്തിൽ ഇവ ഒട്ടിപ്പിടിക്കുന്നു. വദനത്തിലുള്ള താടികൾ കൊണ്ട് ആതിഥേയ ജീവികൾ മുറിവുണ്ടാക്കി അതിലൂടെ രക്തം വലിച്ചു കുടിക്കുകയാണ് ഇവ ചെയ്യുന്നത്. അട്ടയുടെ പചനപഥത്തിന് അനവധി പാർശ്വസഞ്ചികൾ കാണപ്പെടുന്നു. കുടിക്കുന്ന രക്തം അവയിൽ സംഭരിക്കപ്പെടുന്നുണ്ട്. എല്ലാ അട്ടകളും രക്തപ്രിയമാണ്. ഫൈലം മൊളുസ്ക. മൊളുസ്കുകളെ കുറിച്ചുള്ള പഠനമാണ് മാലക്കോളജി. അവയുടെ പുറന്തോടുകളെ കുറിച്ചുള്ള പഠനമാണ് കോങ്കോളജി. മൃദുലവുമായതും ഖണ്ഡിതമല്ലാത്ത, അതായത് സെഗ്മെന്റേഷൻ കാണപ്പെടുന്നില്ല. ഷെൽ രൂപത്തിലുള്ള ബാഹ്യാസ്ഥികൂടമാണ് കാണപ്പെടുന്നത്. ബൈവാൽവുകൾ ഒഴികെ മിക്കവയിലും ഗ്രാഹികളും സംവേദന അവയവങ്ങളും കാണപ്പെടുന്നു. പലതരത്തിൽ രൂപാന്തരം വന്നിട്ടുള്ള പേശികളാണ് ഇവർക്കുള്ള സഞ്ചാര അവയവം എന്ന് പറയുന്നത്. ത്രിബ്ലാസ്റ്റിക സീലോമേറ്റുകളും സീലം ചുരുങ്ങിയതുമാണ്. ശരീരത്തിനകത്തുള്ള പിണ്ഡത്തെ പൊതിഞ്ഞുകൊണ്ട് ശരീരഭിത്തിയിൽ എന്ത് കാണപ്പെടുന്നു? മടക്കുകൾ കാണപ്പെടുന്നു. അതിനെയാണ് മാൻറ്റിൽ എന്നറിയപ്പെടുന്നത്. വിശേഷവൽക്കരിച്ച ഗില്ലുകൾ കാണപ്പെടുന്നുണ്ട്. ശ്വാസകോശം, തക്ക, ശുദ്ധജല കക്കകൾ, മുത്തുച്ചിപ്പി ഇവയ്ക്ക് ഏതും ഉദാഹരണമാണ്? മൊളുസ്കയ്ക്ക് ഉദാഹരണമാണ്. ഇവയുടെ വിസർജന അവയവമാണ് നെഫ്രീഡിയ. തുറന്ന രക്തപര്യന വ്യവസ്ഥയാണ് ഇവ എക്സിബിറ്റ് ചെയ്യുന്നത്. നാഡീവ്യവസ്ഥയിൽ ജോഡികളായി കാണപ്പെടുന്ന ഗാംഗ്ലിയോണുകൾ കാണപ്പെടുന്നു. അലൈംഗിക പ്രത്യുൽപാദനമല്ല ഇവയുടേത്, ലൈംഗിക പ്രത്യുൽപാദനമാണ്. നാഡീവ്യവസ്ഥയിൽ ജോഡികളായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. ഗാംഗ്ലിയോണുകളുണ്ട്, അലൈംഗിക പ്രത്യുൽപാദനമല്ല. മൊളസ്കയെ തന്നെ പ്രധാനമായിട്ടും 7 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എപ്ലാക്കോഫോറ, പോളിപ്ലാക്കോഫോറ, മോണോപ്ലാക്കോഫോറ, സ്കാഫോപോഡ, ഗ്യാസ്ട്രോപോഡ, പൊലിസിപ്പോഡ, സെഫലോപോഡ. അങ്ങനെ പ്രധാനമായിട്ടും 7 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? എപ്ലാക്കോഫോറ, പോളിപ്ലാക്കോഫോറ, മോണോപ്ലാക്കോഫോറ, സ്കാഫോഡ, ഗ്യാസ്ട്രോപോഡ, പെലിസോപോഡ, സെഫലോപോഡ. അങ്ങനെ പ്രധാനമായിട്ടും 7 എണ്ണം കാണപ്പെടുന്നു. ആദ്യത്തെ ക്ലാസ്സാണ് എപ്ലാക്കോഫോറ. സമുദ്രജീവികളാണ് എപ്ലാക്കോഫോറയിൽ വരുന്നത്. ശരീരം ഉരുണ്ടതും ദ്വിപാർശ്വ സമമിതമായ കാൽക്കേരിയസ് പിക്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്.
തല, പാദം, മാൻറ്റിൽ, ഷെല്ല്, നെഫ്രീഡിയ എന്നിവയൊന്നും തന്നെ കാണപ്പെടുന്നില്ല. അപ്പോൾ എപ്ലാക്കോഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളസ്കയുടെ ഏറ്റവും പ്രിമിറ്റീവ് ഫോമാണ്. സമുദ്രജലത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ശരീരം ഉരുണ്ടതും ദ്വിപാർശ്വ സമമിതയോടും കൂടിയതാണ്. കാൽക്കേരിയസ് ആയിട്ടുള്ള സ്പിക്യൂൾസ് കാണപ്പെടുന്നുണ്ട്. തല, പാദം, മാൻഡിൽ, ഷെല്ല്, നെഫ്രീഡിയ എന്നിവയൊന്നും തന്നെ കാണപ്പെടുന്നില്ല. എക്സാമ്പിളാണ് നിയോമേനിയ. ഏതാണ്? നിയോമേനിയ. അടുത്ത ക്ലാസ്സാണ് ക്ലാസ് പോളിപ്ലാക്കോഫോറ. ശരീരം നീണ്ടതുമാണ്. ഇവയ്ക്ക് അകവശവും പുറവശവും കാണപ്പെടുന്നു. ദ്വിപാർശ്വ സമമിതയാണ്. തലവികാസം പ്രാപിച്ചിട്ടില്ല. ടെൻറ്റക്കിളുകൾ, കണ്ണുകൾ എന്നിവയൊന്നും തന്നെ കാണപ്പെടുന്നില്ല. മാൻഡിൽ ശരീരത്തിൽ പുറംഭാഗത്തെയും വശങ്ങളുടെ പൂർണ്ണമായും ആവരണം ചെയ്ത് കാണപ്പെടുന്നു. മാൻഡിൽ ശരീരത്തിൻ്റെ പുറംഭാഗത്തെയും വശങ്ങളെയും പൂർണ്ണമായും ആവരണം ചെയ്ത് കാണപ്പെടുന്നു. മാൻഡിലിന് പുറമെയായിട്ട് ഷെല്ലിന് 8 പ്ലേറ്റുകൾ കാണപ്പെടുന്നു. ശ്വസനം ഗില്ലുകൾ വഴിയും വിസർജനം കിഡ്നിയിലൂടെയുമാണ് നടക്കുന്നത്. അപ്പോൾ ശ്വസനം ഏത് വഴിയാണ് നടക്കുന്നത്? ഗില്ലുകൾ വഴിയാണ്. എന്നാൽ വിസർജനം നടക്കുന്നത് കിഡ്നി വഴിയാണ്. കൈറ്റൺ ഏതാണ്? ബെസ്റ്റ് എക്സാമ്പിൾ കൈറ്റൺ ആണ്. റെഡ് ഇന്ത്യക്കാർ കൈറ്റൺ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. സീ മൈസ് എന്നാണ് ആരെ അറിയപ്പെടുന്നത്? കൈറ്റണെ അറിയപ്പെടുന്നത്. അപ്പോൾ ശരീരം നീണ്ടതാണ്. അകവശവും പുറവശവും കാണപ്പെടുന്നു. ദ്വിപാർശ്വ സമമിതയാണ്. തല വികാസം പ്രാപിച്ചിട്ടില്ല. ടെൻറ്റക്കിളുകൾ കാണപ്പെടുന്നില്ല. കണ്ണുകൾ കാണപ്പെടുന്നില്ല. മാൻഡിൽ ശരീരത്തിന് പുറത്തും വശത്തുമായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. മാൻഡിലിന് 8 പ്ലേറ്റുകൾ കാണപ്പെടുന്നു. ശ്വസനം ഗില്ല് വഴിയാണ്. അതുപോലെ തന്നെ വിസർജനം ഏത് വഴിയാണ്? കിഡ്നി വഴിയാണ്. എക്സാമ്പിൾ ഏതാണ്? കൈറ്റണാണ് എക്സാമ്പിൾ വരുന്നത്. ഇത് റെഡ് ഇന്ത്യൻസ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സീ മൈസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സീ മൈസ്. അടുത്ത ക്ലാസ്സാണ് ക്ലാസ് മോണോപ്ലാക്കോഫോറ. ശരീരം ഓവൽ ആകൃതിയിലും മാൻഡിൽ ശരീരത്തെ ആവരണം ചെയ്തുമാണ് കാണപ്പെടുന്നത്. ബാഹ്യശകുലങ്ങൾ കാണപ്പെടുന്നു. 6 ജോഡി നെഫ്രീഡിയ കാണപ്പെടുന്നുണ്ട്. ഹൃദയത്തിന് 2 വെൻട്രിക്കിളും 4 ഓറിക്കിളും കാണപ്പെടുന്നു. ജീവിതചക്രത്തിലെ ലാർവ ഘട്ടത്തെ ട്രോക്കോഫോർ ലാർവ എന്ന് പറയുന്നു. അപ്പം ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 2 വെൻട്രിക്കിളും 4 ഓറിക്കിളുമാണുള്ളത്. ജീവിതചക്രത്തിലെ ലാർവ ഘട്ടത്തെ ട്രോക്കോഫോർ ലാർവ എന്ന് വിളിക്കുന്നു. ഇതിനെ നിയോപില്ലൈന എന്നാണ് വിളിക്കുന്നത്. ഇതാണ് നിയോപില്ലൈന എന്നാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ജീവിതചക്രത്തെ ലാർവയെ ട്രോക്കോഫോറ എന്ന് വിളിക്കുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിയോപില്ലൈനയാണ് കേട്ടോ. നിയോപില്ലൈന. ക്ലാസ് മോണോപ്ലാക്കോഫോറയിൽ ജീവനോട് അവശേഷിക്കുന്ന ഏക ജീവിയാണ് ഏത്? നിയോപില്ലൈന. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. നിയോപില്ലൈന ഏതാണ്? ക്ലാസ് മോണോപ്ലാക്കോഫോറയിൽ ജീവനോടെ അവശേഷിക്കുന്ന ഏക ജീവിയാണ് ഏത്? നിയോപില്ലൈന എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാണ് ക്ലാസ് സ്കാഫോപോഡ. ഏതാണ്? സ്കാഫോപോഡ. എല്ലാം തന്നെ സമുദ്രജീവികളാണ്. ശരീരം നീണ്ടതും കൊമ്പ് പോലെയുള്ള ഷെല്ലിനാൽ ആവരണം ചെയ്യപ്പെട്ടതുമാണ്. കണ്ണ്, ടെൻറ്റിക്കിളുകൾ, ഗില്ലുകൾ എന്നിവയൊന്നും കാണപ്പെടുന്നില്ല. കോണാകൃതിയിലുള്ള പാദങ്ങൾ മണ്ണിൽ ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നു. മാൻഡിലാണ് ശ്വസനത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇവ സമുദ്രജീവികളാണ്. ശരീരം നീണ്ടതും കൊമ്പ് പോലെയും ഷെല്ലിനാൽ ആവരണം ചെയ്യപ്പെട്ടതുമാണ്. കണ്ണ്, ടെൻറ്റക്കിളുകൾ, ഗില്ല് എന്നിവ കാണപ്പെടുന്നില്ല. കോണാകൃതിയിലുള്ള പാദങ്ങളാണ് കാണപ്പെടുന്നത്. ഇത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. മാൻഡിലാണ് ശ്വസനാവയവം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാ വരുന്നത്? ഡെൻറ്റേലിയമാണ് വരുന്നത്. ഡെൻറ്റേലിയത്തിൽ ആകൃതി ആനക്കൊമ്പിൻ്റെ സമാനമാണ്. എലിഫൻസ് ടസ്ക് ഷെൽ എന്ന് വിളിക്കുക. അപ്പോൾ ഡെൻറ്റേലിയത്തിൻ്റെ ആകൃതി ആനക്കൊമ്പിന് സമാനമാണ്. പരിയന വ്യവസ്ഥ വികസിതമല്ല. പ്രത്യേക വ്യൂഹമൊന്നും തന്നെ കാണപ്പെടുന്നില്ല. ഡെൻറ്റേലിയത്തിൻ്റെ ലാർവയാണ് വെലിജർ ലാർവ. അപ്പം ഡെൻറ്റേലിയത്തിൻ്റെ ലാർവ ഏതാണ്? വെലിജർ ലാർവയാണ്. അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്ലാസ്സാണ് ഗ്യാസ്ട്രോപോഡ. സമമിത, അതായത് എസിമെട്രിക്കൽ ഓർഗാനിസമാണ് ക്ലാസ് ഗ്യാസ്ട്രോപോഡ. പ്രത്യേകം തല, അതിൽ ടെൻറ്റക്കിളുകൾ, കണ്ണുകൾ എന്നിവയുണ്ട്. പാദം, അതായത് ഫൂട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ചലനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ശ്വസന മീഡിയ ഉപയോഗിക്കുന്നു. തുറന്ന രക്തപര്യന വ്യവസ്ഥയാണ് ഇവ എക്സിബിറ്റ് ചെയ്യുന്നത്. ഹൃദയത്തെ ആവരണം ചെയ്ത് പെരികാർഡിയം കാണപ്പെടുന്നു. ജീവിത ചക്രത്തിൽ 2 ലാർവകളുണ്ട്. ഒന്നാണ് ട്രോക്കോഫോറ, മറ്റൊന്നാണ് വെലിജർ ലാർവ. ആപ്പിൾ സ്നെയിൽ എന്നറിയപ്പെടുന്നത് ഇവയാണ്. പില ഗ്ലോബോസ എന്നാണ് ആപ്പിൾ സ്നെയിലിനെ വിളിക്കുന്നത്. അപ്പോൾ അസമമിതയാണ്. എസിമെട്രിക്കൽ സിമെട്രി. ടെൻറ്റക്കിളുകൾ, കണ്ണുകൾ എന്നിവ കാണപ്പെടുന്നു. പാദം ചലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ശ്വസനത്തിനായിട്ട് ടിനീഡിയ യൂസ് ചെയ്യുന്നു. തുറന്ന രക്തപര്യന വ്യവസ്ഥയാണുള്ളത്. ഹൃദയത്തെ ആവരണം ചെയ്ത് പെരികാർഡിയം കാണപ്പെടുന്നു. ജീവിതചക്രത്തിൽ 2 ലാർവകളുണ്ട്. ഒന്നാണ് ട്രോക്കോഫോർ ലാർവ, മറ്റൊന്നാണ് വെലിജർ ലാർവ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സാണ് ക്ലാസ് സെഫലോപോഡ. പൂർണ്ണമായും സമുദ്രജീവികളായി സ്വതന്ത്രമായി നീന്താൻ കഴിയുന്ന മൊളസ്കുകളാണ് സെഫലോപോഡ. ദ്വിപാർശ്വ സമമിത ജീവികളാണ്. തലയും ഉടലും പ്രത്യേകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷെല്ല് ശരീരത്തിനകത്തോ പുറത്തോ ആകാം.
ധാരാളം സക്കറുകൾ കൂടിയ ടെൻഡക്കിളുകൾ വായയ്ക്ക് ചുറ്റിലും കാണപ്പെടുന്നു. അതിനാലാണ് ഇതിനെ സെഫലോപോഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടഞ്ഞ രക്തപര്യന വ്യവസ്ഥയാണ് സെഫലോപോഡ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും സമുദ്രജീവിയാണ്, നീന്താൻ കഴിയുന്നുണ്ട്. ദ്വിഭാഷ സമമിത അതായത് ബൈലാറ്ററൽ സിമെട്രിയാണ്. തലയും ഉടലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷെല്ല് ശരീരത്തിനകത്തോ പുറത്തോ ആയിട്ട് കാണാൻ പറ്റും. ധാരാളം സക്കറുകൾ കൂടിയ ടെൻഡക്കിളുകൾ. അടഞ്ഞ രക്തപര്യന വ്യവസ്ഥയാണുള്ളത്. ജ്ഞാനേന്ദ്രിയവും നാഡീവ്യൂഹവും വളരെയധികം വികാസം പ്രാപിച്ചവയാണ്. വളർച്ചാഘട്ടത്തിന് പ്രത്യേക രൂപാന്തരണമൊന്നും കാണപ്പെടുന്നില്ല. സ്ക്വിഡ്, ഒക്ടോപ്പസ്, സെപ്പിയ, നോട്ടിലസ് ഇവയ്ക്കാണ് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? സ്ക്വിഡ്, ഒക്ടോപ്പസ്, സെപ്പിയ, നോട്ടിലസ് എന്നിവയാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ജന്തുക്കളിൽ നിന്നും രക്ഷ നേടാൻ മഷി പുറപ്പെടുവിക്കുന്ന ജീവികളാണ് കണവ അല്ലെങ്കിൽ സെപ്പിയ എന്ന് പറയുന്നത്. അപ്പം ജന്തുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഷി പുറപ്പെടുവിക്കുന്ന ജീവികളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് സെപ്പിയ അല്ലെങ്കിൽ നമ്മുടെ കണവ എന്ന് വിളിക്കും. ഡെവിൾ ഫിഷ് എന്നറിയപ്പെടുന്നത് ഒക്ടോപ്പസിനെയാണ്. ആന്തരഷെല്ലുള്ള സെഫലോപോഡാണ് സെപ്പിയ. അപ്പോൾ ഡെവിൾ ഫിഷ് എന്നറിയപ്പെടുന്നത് ഒക്ടോപ്പസ് ആണ്. ആന്തരഷെല്ലുള്ള സെഫലോപോഡയാണ് സെപ്പിയ. ബാഹ്യഷെല്ലുള്ള സെഫലോപോഡാണ് നോട്ടിലസ്. ഷെല്ലില്ലാത്ത സെഫലോപോഡയാണ് ഒക്ടോപ്പസ്. അപ്പം ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഡെവിൾ ഫിഷ് എന്നറിയപ്പെടുന്നത് ഒക്ടോപ്പസ് ആണ്. ആന്തരഷെല്ലുള്ള സെഫലോപോഡയാണ് സെപ്പിയ. ബാഹ്യഷെല്ലുള്ള സെഫലോപോഡയാണ് നോട്ടിലസ്. ഷെല്ലില്ലാത്ത സെഫലോപോഡയാണ് ഒക്ടോപ്പസ്. അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് പെലിസിപ്പോഡ അല്ലെങ്കിൽ ബൈവാൽവിയ. ലാസ്റ്റ് ക്ലാസ് ആണ് നമ്മുടെ മൊളസ്കയുടേത്. ആ പെലിസിപ്പോഡ അല്ലെങ്കിൽ ബൈവാൽവിയ ചിലത് ശുദ്ധജല ജീവികളും ഭൂരിഭാഗം സമുദ്രജീവികളുമാണ്. ദ്വിഭാഷ സമമിത അതായത് ബൈലാറ്ററൽ സിമെട്രിയാണ് ഇവ കാണിക്കുന്നത്. തല വ്യക്തമല്ല. വായുണ്ട്, കണ്ണും ടെൻഡക്കിളും കാണപ്പെടുന്നില്ല. ഷെല്ലിന് 2 വാൽവുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഡോർസൽ പശത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ഇവ ചേരുന്നത്. മറ്റിന് 2 അറകൾ കാണപ്പെടുന്നു. ഇലീഡിയയാണ് ശ്വസന അവയവങ്ങൾ. ഒരു ജോഡി നെഫ്രീഡിയോ കിഡ്നിയോ വിസർജന അവയവമായിട്ട് കാണപ്പെടുന്നു. വേൽ ഓയിസ്റ്റർ, ശുദ്ധജല മസൽ എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. ഗൾഫ് ഓഫ് കച്ചിൽ കാണപ്പെടുന്ന ഇന്ത്യൻ പേൾ ഓയിസ്റ്റർ അതായത് പിങ്ടാഡ വൾഗേറിയാസ്. ഏതാണ്? പിങ്ടാഡ വൾഗേറിയാസ് ഗൾഫ് ഓഫ് കച്ചിൽ കാണപ്പെടുന്നത്. അനിലിഡ, മൊളസ്ക തമ്മിൽ കൂടിച്ചേരുന്ന കണ്ണിയാണ് നിയോപിലൈന. നിയോപിലൈന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോയിന്റ്, അത് ഓർത്ത് വെച്ചേക്കാം. അനിലിഡ, മൊളസ്ക ഇവ രണ്ടും ചേരുന്ന ഒരു കണ്ണിയാണ് നിയോപിലൈന. മൊളസ്കകളിലെ ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്നതാണ് നിയോപിലൈന. ജലത്തിൽ ശുദ്ധത പരിശോധിക്കാനായിട്ട് മൊളസ്കുകളെ സഹായിക്കുന്ന കീമോ റിസപ്റ്റേഴ്സ് ആണ് ഇതാണ് ഓക്സ്ഫീഡിയ. അപ്പോൾ ജലത്തിൽ ശുദ്ധത പരിശോധിക്കുന്നതിന് വേണ്ടി മൊളസ്കുകളെ സഹായിക്കുന്ന കീമോ റിസപ്റ്റേഴ്സ് ആണ് ഓക്സ്ഫീഡിയം. മൊളസ്കുകളുടെ ഷെല്ലിന് 3 പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. പെരി ഓസ്ട്രക്കം, മധ്യ ഓസ്ട്രക്കം, പെരി ഓസ്ട്രിക്കം, മധ്യ ഓസ്ട്രിക്കം, ഹൈപ്പോ ഓസ്ട്രിക്കം. അങ്ങനെ പ്രധാനമായിട്ടും ഏറ്റവും പുറമെ, മധ്യഭാഗത്ത്, ഏറ്റവും ഉള്ളിലായിട്ട് എന്ത് കാണപ്പെടുന്നു? 3 ഷെല്ലുകൾ കാണപ്പെടുന്നു. പേൾ മദർ ലെയർ എന്നറിയപ്പെടുന്ന ഭാഗത്തെയാണ് ഹൈപ്പോ ഓസ്ട്രക്കം അല്ലെങ്കിൽ നാക്രിയസ് പാളി എന്നറിയപ്പെടുന്നത്. കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് നാക്രിയസ് പാളി നിർമ്മിച്ചിരിക്കുന്നത്. അഥവാ മുത്തുകൾക്ക് യാദൃച്ഛികമായി അല്ലെങ്കിൽ സാദൃശ്യമുള്ള രൂപങ്ങളാണ്, മനോഹരമായ വസ്തുക്കളാണ് ഇവ ഉണ്ടാക്കുന്നത്. പേൾ ഓയിസ്റ്ററുകളുടെ മാൻറ്റിലിനും ഷെല്ലിൻ്റെയും ഇടയിൽ ഏതെങ്കിലും അന്യവസ്തുക്കൾ പതിച്ചാൽ അതിനെ ഒരു ആവരണമാക്കി മാറ്റി മാൻറ്റിൽ നാക്രിയസ് പാളി ധാരാളമായി പുറപ്പെടുവിക്കുന്ന കാലക്രമേണ അതെന്തായിട്ട് മാറുന്നു? പേളായിട്ട് മാറുന്നു. അപ്പോൾ പേൾ ഓയിസ്റ്ററുകളുടെ മാൻറ്റിലിനും ഷെല്ലിൻ്റെയും ഇടയിൽ ഏതെങ്കിലും അന്യവസ്തുക്കൾ പതിച്ചാൽ അതിനെ ആവരണം ചെയ്യുന്നതിനായിട്ട് മാൻറ്റിൽ നാക്രിയസ് പാളി ധാരാളമായി പുറപ്പെടുവിക്കുന്നു. ഇത് കാലക്രമേണ പേളായിട്ട് മാറുന്നു. ഉന്നത ഗുണനിലവാരമുള്ള പേൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ബൈവാൽവുകളാണ് പിങ്ടാഡ അവിക്യുള. ഏതാണ്? പിങ്ടാഡ അവിക്യുള എന്ന് പറയുന്നത്. മൊളസ്ക വിഭാഗത്തിലെ ഏറ്റവും വലിയ ക്ലാസ്സാണ് ഗാസ്ട്രോപോഡ. അപ്പോൾ നമ്മൾ മൊളസ്കയെ കുറിച്ച് A to Z ഡീറ്റെയിൽസ് പറഞ്ഞു. ഏകദേശം 7 ക്ലാസ്സുകളാണ് മൊളസ്കയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ദയവായി നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ബോക്സിനകത്ത് ചോദിക്കുന്നതിന് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ് ഉടൻ തന്നെ ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫൈലം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. സീ യു സൂൺ.